യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ഹരിഃ. ഓം തത്സ്. ഹരിഃ. എല്ലാവരും കൈകോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച് വിഷമിക്കാത്ത തരത്തിൽ നിവർന്നിരുന്ന് വായും മനസ്സും ഒരുപോലെ തുറന്ന് നമുക്ക് ജപിക്കുക ഒരു കൂട്ട ജപതപോനുഷ്ഠാനം. ഓ ഹരിഃ. ഓം തത്സ്. ജയ ഗുരു. സഞ്ജയന്റെ വിവരണം തുടരുകയാണ് ചെയ്യുന്നത്. മുമ്പ് പറഞ്ഞ മാതിരി ഭഗവത്ഗീതയിൽ 700 ശ്ലോകങ്ങളുള്ളതിൽ ധൃതരാഷ്ട്രന്റെ ഒരേ ഒരു ചോദ്യമാണ് ആദ്യത്തെ ശ്ലോകത്തിൽ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. അവർ രണ്ടുപേരും വന്ന് നിന്നു. എന്നിട്ട് എന്താ ചെയ്തത് എന്നൊരു ചോദ്യമാണ്. അപ്പൊ യുദ്ധം തുടങ്ങിയ വർത്തമാനവും 10-ാം ദിവസത്തെ കഥയൊക്കെ അറിഞ്ഞിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ആ പറയുന്ന വിവരണങ്ങളെല്ലാം തനിക്ക് സഹിക്കാൻ പറ്റാൻ പോകുന്നില്ല. വല്ലാത്ത ആധി, മനസ്സിന് വിഷമം. അപ്പൊ അത് കൂടാതെ മനസ്സമാധാനത്തിനോ ശാന്തിക്കോ ആശയത്തെളിച്ചത്തിനോ വേണ്ടി ധാർമ്മികമായ എന്തെങ്കിലും ഇടപാട്, അവിടെ സമ്പർക്കങ്ങൾ വല്ലതും നടന്നെങ്കിൽ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ എന്ന് പറഞ്ഞ് ഇടയിൽ നിർത്തി ചോദിച്ച ചോദ്യമാണെന്ന് വ്യക്തമാണ്. അതാണ് നാം പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പൊ സഞ്ജയൻ തുടരുന്നു. ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ഇരു കൂട്ടരുടെ സൈന്യവും വന്ന് സന്നിഹിതരായിട്ടുണ്ട്. എവിടെ? കുരുക്ഷേത്രത്തിൽ. എല്ലാം സജ്ജമായി കഴിഞ്ഞു. എന്നാൽ പിന്നെ എന്താ ചെയ്യുക? യുദ്ധം അങ്ങോട്ട് തുടങ്ങും. യുദ്ധം തുടങ്ങുക എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നതിന് ചില ക്രമങ്ങളൊക്കെ ഉണ്ട്. ആരെങ്കിലും ഒരാൾ ആ യുദ്ധകാഹളം ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് പുറപ്പെടണം. അത് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായ ഘട്ടമാണ്. അത് പ്രത്യേകിച്ചും സാധാരണ ജനങ്ങളൊക്കെ തയ്യാറെടുത്ത് വന്ന് അതേമാതിരി ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക, ആസൂത്രണം ചെയ്തത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ധർമ്മക്ഷേത്രത്തിൽ അത് നടക്കില്ല. എന്താ കാരണം? വെറും ഒരു യുദ്ധഭൂമി അല്ലാതെ ആ യുദ്ധഭൂമിക്ക് ധാർമ്മികമായിരിക്കുന്ന തരംഗങ്ങളും സ്വാധീനങ്ങളും സ്പന്ദനങ്ങളും കണ്ടമാനമുണ്ട്. ഇരുകൂട്ടരുടെയും പൂർവജനാണ് കുരു. അദ്ദേഹം തപസ് ചെയ്ത
ദീർഘകാല തപസ്സിന്റെ സ്വാധീനം ഇപ്പോഴും അവിടെ പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ ഉദ്ദേശിച്ച് നമ്മൾ വന്നാലും ആ ഉദ്ദേശം അതേമാതിരി ആയിക്കൊള്ളണം എന്നില്ല. അതിനെ ഇടപെടുത്തിക്കൊണ്ട്, അതിൽ ഇടപെട്ടുകൊണ്ട് ധർമ്മത്തിൻ്റെതായ ഒരു സ്വാധീനം അവിടെ ഉണ്ടാവണം. ആ സ്വാധീനമടക്കം ഇവിടെ വിവരിച്ചു കൊടുക്കണു ആര്? സഞ്ജയൻ. ദൃഷ്ട്വാതു പാണ്ഡവാനീകം, പാണ്ഡവന്മാരുടെ സേനയെ കണ്ടു അത്രേ. ആര്? രാജാ, ദുര്യോധന രാജാവ്. നമ്മളിവിടെ മനസ്സിലാക്കിയത് എന്താ? ജംബൂദ്വീപത്തിൽ എവിടെയെല്ലാം സൂര്യരശ്മി പതിക്കുന്നുണ്ടോ ആ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഹിമാലയത്തിന് അപ്പുറത്തു നിന്നും കൂടിയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ചൈനക്കാരെത്തിയിട്ടുണ്ട്, യമനക്കാരെത്തിയിട്ടുണ്ട്, പല സ്ഥലത്തിൽ നിന്നുമുള്ള ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. തൻ്റെ ഭാഗത്താണെങ്കിൽ 11 അക്ഷൗഹിണി സേനയാണ്, അപ്പുറത്തോ 7 അക്ഷൗഹിണിയെ ഉള്ളുതാനും. ഇവർ രണ്ടുപേരും സൈന്യശേഖരം നടത്തുന്ന സമയത്ത് 2 പേർക്ക് 2 തരത്തിലുള്ള സ്ഥാനമാണ്. ദുര്യോധന്റെ കയ്യിൽ ഹസ്തിനപുരം രാജധാനി മുഴുവനുമുണ്ട്. ആ രാജധാനിയോടുകൂടി ചേരുന്ന സ്വാധീനങ്ങൾ അത്രയും ദുര്യോധനുണ്ട്. ആ എല്ലാ പ്രഭാവത്തോടും പ്രൗഢിയോടും കൂടിയിട്ടാണ് തൻ്റെ പക്ഷത്തിൽ നിൽക്കുന്നവരെ ശേഖരിക്കാനും തേടിപ്പിടിക്കാനും പോയത്. മറുഭാഗത്തോ 13 കൊല്ലം നാടുകടത്തി വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് മടങ്ങി വന്നിട്ടുണ്ട്. അവർക്ക് ഇരിക്കാൻ പോലും സൗകര്യത്തിലൊരു സ്ഥാനമില്ല. രാജപ്രൗഢികളോ പ്രതാപങ്ങളോ അതിനുവേണ്ട ഭൃത്യവർഗങ്ങളോ സേനാവിഭാഗമോ ഒന്നുമില്ലാത്തവരാണ്. ഇവർ 2 പേരും തന്നെ പോയി തൻ്റെ പക്ഷത്തിലുള്ളവരെ തേടിപ്പിടിച്ച് സമാഹരിക്കാൻ പോയവരാ. എന്നിട്ട് 7 അക്ഷൗഹിണി സേന യുധിഷ്ഠിരന് കിട്ടിയില്ലോ എന്ന് വിചാരിച്ച് ധൃതരാഷ്ട്രന്റെ മനസ്സിന് വലിയ ഒരു അത്ഭുതം തോന്നിയത്രേ. അവരുടെ കയ്യിൽ ഒരു സൗകര്യവുമില്ല, പ്രതാപവുമില്ല, തെണ്ടിത്തിരിഞ്ഞ് വന്ന കൂട്ടരാണ്. എന്നിട്ട് അവർക്ക് 7 അക്ഷൗഹിണി സേന എങ്ങനെ ഉണ്ടായിയപ്പാ? അയ്യോ, നമ്മൾ ഇത്രയെല്ലാം പ്രതാപം കയ്യിൽ വെച്ച് ഒരുക്കു കൂട്ടിയിട്ട് നമുക്ക് കിട്ടിയത് 11 ആണെങ്കിൽ ഞാൻ വിചാരിച്ചു അവർക്ക് എങ്ങാണ്ടൊരു 1/2 1 കിട്ടുന്നു. 7 എന്ന് കേൾക്കുമ്പോൾ തന്നെ ധൃതരാഷ്ട്രന്റെ മനസ്സ് കുലുങ്ങിയത്രേ. അതാ ധർമ്മക്ഷേത്രത്തിന്റെ സ്വാധീനമാണ്. അവരവിടെ വന്നുല്ലോ, അവിടെയാണല്ലോ യുദ്ധത്തിന് പുറപ്പെട്ടെ. അപ്പൊ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോ ദൃശ്യമായിട്ടുള്ള നിങ്ങളുടെ ഒരുക്കങ്ങളും സന്നാഹങ്ങളും എല്ലാം ഒരു ഭാഗത്ത്, അദൃശ്യശക്തിയുടെ പ്രഭാവം ഒന്ന് വേറെ. കൃഷ്ണൻ ജനിക്കാൻ പോണു എന്ന് മുൻകൂട്ടി തന്നെ പറഞ്ഞു കംസനോട്. വെറുതെ മുൻകൂട്ടി പറഞ്ഞതാണോ? 8ാമത്തെ കുട്ടിയായിട്ട് ഞാൻ ജനിക്കും എന്ന് പറഞ്ഞപ്പോൾ 7 ഗർഭകാലം ഒക്കെ കഴിയണം അവിടെ. അതിനുശേഷം ജനിക്കാൻ പോകുന്ന കുട്ടി എന്ന് പറഞ്ഞപ്പോ കംസന്റെ കയ്യിൽ വലിയ ഒരു കയറാ കൊടുത്തത്. എത്രയൊക്കെ ഉണ്ടെങ്കിൽ വീശി പിടിച്ചോളൂ, ഈ കുട്ടിയുടെ ജന്മം തടയാൻ പരിശ്രമിച്ചോളൂ. മനുഷ്യന് പല വിധത്തിലുള്ള ശക്തിയുണ്ട്. ഇച്ഛാശക്തിയുണ്ട്, ചിന്താശക്തിയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ആലോചിക്കാൻ ബുദ്ധിയുണ്ട്, ഇതൊക്കെയുണ്ട്. എന്നാലും ഇത് മുഴുവനും നമുക്ക് പ്രകൃതിയുടെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. ആ പ്രകൃതി അനന്തമാണ്. ആ അനന്ത പ്രകൃതിയുടെ അധ്യക്ഷ സ്ഥാനമാണ് ഈശ്വരന്. അപ്പൊ ഈശ്വരന്റെ ബുദ്ധിയോടുകൂടി തട്ടിച്ചു നോക്കുമ്പോൾ മനുഷ്യബുദ്ധി തുലവും നിസ്സാരമാണ്. അപ്പൊ ആരും വിചാരിക്കേണ്ട ഈശ്വരേച്ഛയെ നമുക്ക് കവച്ചു വയ്ക്കാൻ സാധിക്കുമെന്ന്. ഇതെല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാനിതാ മുൻകൂട്ടി പറയണു. കൊല്ലങ്ങൾക്ക് ശേഷം ജനിക്കാൻ പോണു നിന്റെ സഹോദരിക്ക് 8ാമത്തെ കുട്ടിയായി. ഇനി എന്തെല്ലാം തൻ്റെ ചെപ്പിലുണ്ടോ അത് മുഴുവനും അഴിച്ചു വിട്ട് തടയാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് കംസൻ ജയിച്ചുവോ? ജയിച്ചില്ല. എന്നിട്ടാണോ ധർമ്മക്ഷേത്രത്തിൽ ജയിക്കാൻ പോണത്? ആര്? ദുര്യോധനൻ. ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ. ആ 7 അക്ഷൗഹിണി സേന തൻ്റെ സൈന്യത്തിൻ്റെ 1/3 ഉള്ളൂ എന്ന് പറയാൻ വേണമെങ്കിൽ, അതിലും കുറവാ. ആ സൈന്യം അവിടെ അങ്ങ് ഭംഗിയായിട്ട് വ്യൂഹം ചെയ്തിരിക്കുക. ആ വ്യൂഹം ചെയ്ത പാണ്ഡവസേനയെ കണ്ടപ്പോ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. അത് കണ്ടപ്പോൾ ദുര്യോധനന് പരിഭ്രമവും ഭയവും ആശങ്കയും സഹിക്കുവയ്യ. അപ്പൊ തനിക്ക് സഹിക്കുവയ്യ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഈ മാതിരി ഒരു യുദ്ധത്തിൽ, നിർണായകമായ അഭൂതപൂർവമായ യുദ്ധത്തിൽ ഉടനെ ആചാര്യൻ്റെ അടുത്ത് ചെന്നു. അത് തിരക്കടൊന്നുമില്ല. നമുക്ക് സംശയവും വിഷമവും ഒക്കെ വരുമ്പോൾ നമ്മുടെ ഗുരുനാഥൻ്റെ അടുത്ത് ചെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള വേവലാതികളുണ്ട്, ഉത്കണ്ഠകളുണ്ട്, ആശങ്ക തോന്നുന്നു, അതിന് ആചാര്യദേവ അങ്ങ് എന്താ വേണ്ടേ എന്ന് പ്രണമിച്ച് അന്വേഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. യുധിഷ്ഠിരൻ എന്താ ചെയ്തത്? അങ്ങയ്ക്കെതിരെ നിന്ന് യുദ്ധം ചെയ്യേണ്ടി വരണു പിതാമഹ, നിവൃത്തിയില്ലല്ലോ.
ഞാൻ കാക്കല് വീണ് പറയാണ്, എനിക്കതിന് സമ്മതം തരണേ, ജയിക്കണേ എന്ന്, അനുഗ്രഹിക്കണേ എന്ന്. അതാണ് അപ്പുറത്ത് യുധിഷ്ഠിരൻ ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ നടക്കാൻ പോണത് എന്താ? ആചാര്യമുപസംഗമ്യ, അവിടെ അടുത്ത് ചെന്നു. എന്നിട്ട് സംസാരിക്കുന്നത് ആരാ? ദുര്യോധനൻ പറഞ്ഞു എന്നല്ല പറയണത്, അങ്ങയുടെ പുത്രൻ പറഞ്ഞു എന്നല്ല. രാജാവചനമബ്രവീത്, ഞാൻ മഹാരാജാവാണേ, അങ്ങ് എൻ്റെ ആചാര്യനാണെങ്കിലും രാജസ്ഥാനം എനിക്കാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഒരു ആജ്ഞയെപ്പോലെ കണക്കാക്കി വേണം പെരുമാറാൻ. ആ പഴയ ശിഷ്യൻ എന്നുള്ള നിലയ്ക്കല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. 11 അക്ഷൗഹിണി സേനയുടെ ചുക്കാൻ പിടിക്കുന്ന മഹാരാജാവ് എന്നുള്ള നിലയ്ക്കാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആചാര്യൻ്റെ അടുത്ത് പോയി പറഞ്ഞു അത്രേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് ധർമ്മക്ഷേത്രത്തിൻ്റെ സ്വാധീനം. അങ്ങനെയാണോ ഒരാൾ പെരുമാറുക ഒരു ഗുരുനാഥന്റെ മുൻപിൽ? പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം. ആചാര്യനോട് പറയാണ്, ഹേ ആചാര്യ, ആ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാ? പാണ്ഡുപുത്രാണാം ആചാര്യ. എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്നത് അങ്ങയുടെ മനസ്സിൻ്റെ ഉള്ളിൽ പാണ്ഡവന്മാർ മാത്രമേ ശിഷ്യന്മാരുള്ളൂ എന്നാ. പാണ്ഡുപുത്രാണാം ആചാര്യ, ഞങ്ങളെയൊക്കെ ഒരുമിച്ചാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും സഹശിഷ്യന്മാരാ, ഒരേപോലെയുള്ള ശിഷ്യന്മാരാ, ശിഷ്യ സഹോദരന്മാരാണ്. പക്ഷെ അങ്ങക്ക് എപ്പോഴും അവരോടൊരു പക്ഷഭേദമുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോണൂന്ന്. വാസ്തവത്തിൽ അങ്ങനെയല്ല. പാണ്ഡുപുത്രാണാം മഹതീം ചമൂം എന്ന് വ്യാഖ്യാനിക്കാം. പക്ഷെ പറയുന്നിടത്ത് അങ്ങനെ സ്ഫുരിക്കുക. ഏതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം. 7 അക്ഷൗഹിണി സേന, തൻ്റെ സൈന്യത്തിനേക്കാൾ വളരെ കുറവ്. ആ ഒരു സേനയെ നോക്കിയിട്ട് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ തോന്നിയത്? മഹതീം ചമൂം, മഹത്തായ സേന എന്ന് ദുര്യോധനന് തോന്നേണ്ട കാര്യം എന്താ? സംഖ്യാബലമാണല്ലോ പ്രമാണം. ഇനി സംഖ്യ വിട്ടാൽ ശ്രേഷ്ഠന്മാരുണ്ടാവണം. അവരാരൊക്കെയാ? തന്നെ സംരക്ഷിക്കാൻ മുമ്പ് പറഞ്ഞുവല്ലോ, ഭീഷ്മനുണ്ട്, ദ്രോണനുണ്ട്, കൃപാചാര്യനുണ്ട്, ശല്യനുണ്ട്, കർണനുമുണ്ട്. ഈ 5 പേരും തികഞ്ഞ യോദ്ധാക്കന്മാരാണ്. അവരെ തടുത്തു നിർത്താൻ ലോകത്തിൽ ഒരാളുമില്ല. പോരാത്തതിനവിടെ 7 അക്ഷൗഹിണിയെ ഉള്ളുതാനും. അങ്ങനെ 7 അക്ഷൗഹിണിയുള്ള ഒരു സേനയെ നോക്കിയിട്ട് മഹതീം ചമൂം എന്നിങ്ങനെ വിവരിക്കണോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. അങ്ങ് എന്നോട് ചോദിച്ചത് എന്താ? എൻ്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും എന്താ ചെയ്തതെന്ന്. അങ്ങയുടെ പുത്രൻ ചെയ്ത വർത്തമാനാണ് ഞാൻ ആദ്യം വിവരിക്കുന്നത്. അവൻ തന്നെയാ എപ്പോഴും ചാടി പുറപ്പെടുന്നത്. ആ ചാടി പുറപ്പെട്ടിട്ട് ചെയ്തത് എന്താ? ധർമ്മക്ഷേത്രത്തിലെത്തി എന്തൊക്കെ സന്നാഹങ്ങൾ ഉണ്ടെങ്കിലും, തൻ്റെ ഭാഗത്ത് അജയ്യരായിരിക്കുന്ന സേനാധിപന്മാരുണ്ടെങ്കിലും ചെയ്യുന്നതൊക്കെ കുരുത്തക്കേടാ അങ്ങയുടെ മകൻ. കേട്ടോളൂ എന്താ ചെയ്തേന്ന്. ആചാര്യൻ്റെ അടുത്ത് ചെന്ന് പറയാണ്, മഹതീം ചമൂം പശ്യ. എന്താ? ദ്രോണന് കണ്ണിലിരിക്കോ? പാണ്ഡവന്മാരുടെ അതിമഹത്തായ സേനയെ നല്ല പോലെ നോക്കി കണ്ടോളൂ. അങ്ങ് നമ്മുടെ സൈന്യത്തിലാണ് നിൽക്കണത് എന്നിരിക്കട്ടെ, എൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ പാണ്ഡവസേന അതിമഹത്താണ്, അത്യുജ്വലമാണ്, അതിപ്രബലമാണ്, അജയ്യമാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് അങ്ങ് എന്ത് വേണം? കരുതലോടുകൂടിയിരിക്കണം. ഈ സേനയെ വ്യൂഹം ചെയ്തിരിക്കുന്നത് ആരാ? വജ്രവ്യൂഹത്തിലാണ് അന്ന് പാണ്ഡവസേന നിൽക്കുന്നത്. ഈ വജ്രവ്യൂഹം ചമച്ചത് ആരാ? സേനാധിപനാണ്. ആ സേനാധിപൻ ദ്രുപദൻ. വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. അങ്ങയുടെ ശിഷ്യനാണ് ആര്? ദ്രുപദപുത്രൻ ദൃഷ്ടദ്യുമ്നൻ. ആ ദൃഷ്ടദ്യുമ്നനെ സേനാധിപനാക്കാൻ കാരണമെന്താ? ഇപ്പുറത്ത് ഭീഷ്മനാണ് സേനാധിപൻ എന്ന് മനസ്സിലായി ആർക്ക്? യുധിഷ്ഠിരനും കൂട്ടർക്കും. എന്നിട്ട് അദ്ദേഹം ആലോചിച്ച് തീരുമാനിച്ചതാണ് ദൃഷ്ടദ്യുമ്നനാകണം നമ്മുടെ സേനാധിപൻ. അവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. എന്നാലും ഈ ദൃഷ്ടദ്യുമ്നനെ കൊണ്ട് ആക്കാൻ എന്താ കാരണം? 2 കാരണമാണ്. ഒരു കാരണം സേനയെ വ്യൂഹം ചെയ്യാനായിട്ട് 2 പേരേ ഉള്ളൂ. ഒന്ന് ദൃഷ്ടദ്യുമ്നനാ.
അത് വേണ്ടതുപോലെ മനസ്സിലാക്കി അത് കവച്ചു വയ്ക്കാനോ പ്രതിരോധം വർദ്ധിപ്പിക്കാനോ ത്രാണി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ദ്രോണന് മാത്രമേ ഉള്ളൂ. ആ ദ്രോണൻ ഉള്ളത് മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ആർക്ക്? ദ്രുപദപുത്രന്. അപ്പൊ കയ്യിലുള്ള ചെപ്പടി വിദ്യ മുഴുവൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തില്ലേ അങ്ങ്? തവ ശിഷ്യേണ ധീമത, നല്ല ബുദ്ധിശാലിയാ അദ്ദേഹം. ചമച്ചിട്ടുള്ളതാണ് വജ്രവ്യൂഹം. ഇനി എന്തൊക്കെ വ്യൂഹങ്ങളാ അങ്ങയുടെ ശിഷ്യൻ ചമയ്ക്കാൻ പോണേന്ന് അറിയില്ല. ബുദ്ധിപ്രഭാവത്തിൽ അദ്ദേഹത്തോട് വെല്ലുവിളിക്കാൻ എൻ്റെ പക്ഷത്തിൽ ആരുമില്ല. അങ്ങത് നല്ല പോലെ മനസ്സിലാക്കണം. എന്തൊക്കെയാ ദൃഷ്ടദ്യുമ്നൻ അങ്ങ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ആ ശിഷ്യൻ എങ്ങനെയൊക്കെയാണ് വ്യൂഹം ചെയ്യാൻ പോകുന്നത്? അതിന് തക്ക പ്രതിരോധം ചമയ്ക്കാൻ ഞാൻ തയ്യാറാവണ്ടേ? അതിനെ കവച്ചു വയ്ക്കാനും ആക്രമിക്കാനുമുള്ള വിദ്യകളും പ്രയോഗങ്ങളുമെല്ലാം വേണമല്ലോ. ഇതൊക്കെ നല്ലപോലെ നോക്കി കണ്ടോളൂ. തവ ശിഷ്യേണ ധീമത. ദ്രുപദന്റെ പുത്രൻ, ദ്രുപദനും ദ്രോണനുമായി ഒരു പിണക്കമുണ്ടായി. അവര് സഹപാഠികളായിരുന്നു. അപ്പൊ സഹപാഠികളായിരിക്കുമ്പോൾ അന്യോന്യം സൗഹൃദം, സഹൃദയത്വത്തിൽ പലതും പറയുമല്ലോ. അങ്ങനെ പലതും പറഞ്ഞതാണ്. ഞാൻ രാജാവാകുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിൽ എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും തരാം എന്നൊക്കെ പറഞ്ഞു. അവസാനം കഷ്ടപ്പെടുന്ന കാലത്ത് അശ്വത്ഥാമാവിന് പാല് കഴിക്കാൻ ഇല്ലാതെ ഞാൻ മുമ്പ് പറഞ്ഞു. എന്ത്? പാല് കഴിക്കാനില്ല. കുട്ടികളെല്ലാവരും കൂടി കളിയാക്കി. ആ കളിയാക്കിയത് മാത്രം പോരാന്ന് പറഞ്ഞ അരിമാവ് കലക്കി കൊടുത്തു. എന്നിട്ട് അരിമാവ് കലക്കി കൊടുത്തപ്പോൾ പാലാണെന്ന് വിചാരിച്ചു കുടിച്ച് ഈ കുട്ടി തുള്ളിച്ചാടാൻ തുടങ്ങി. അപ്പൊ പരിഹസിക്കുകയും ചെയ്തു. സഹിക്ക് വയ്യാതെയാണ് ദ്രുപദന്റെ അടുത്ത് ചെന്ന് എന്നെ കുറച്ച് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് സഹായം? നമ്മൾ പഴയ കാലത്ത് സഹപാഠികളായിരുന്നിരിക്കാം. അപ്പോഴത്തെ സമയമൊക്കെ മാറി. ഞാനിപ്പോൾ സിംഹാസനത്തിലിരിക്കുകയാണ്. അങ്ങ് കയ്യിൽ കാശില്ലാത്തൊരു ബ്രാഹ്മണന എൻ്റെ സഹപാഠിത്വം അവകാശപ്പെട്ടു വന്നാൽ എങ്ങനെയാ ശരിയാ? സുഹൃത്തുക്കൾ എപ്പോഴും തുല്യപ്രഭാവമോ തുല്യസ്ഥാനങ്ങളോ ഉള്ളവളാവണം എന്നൊക്കെ പറഞ്ഞ് അയച്ചു. ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു. അവസാനമാണ് ദ്രോണൻ പാണ്ഡവന്മാരെ പഠിപ്പിച്ചത്. പഠിപ്പിച്ചതിന് ശേഷം എന്തുണ്ടായി? ഗുരുദക്ഷിണ ചോദിച്ചു. ആ ഗുരുദക്ഷിണ എന്തു വേണം? അർജുന, ദ്രുപദനെ പോയി ആക്രമിച്ച് കീഴടക്കി കെട്ടി എൻ്റെ മുൻപിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. കൊണ്ടുവന്നു. എന്നിട്ട് ദ്രോണൻ ചോദിച്ചു. അതിനുശേഷം എല്ലാം കഴിഞ്ഞ് രാജ്യമൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുക. ദ്രുപദന്റെ മനസ്സിലുള്ള ആ വ്രണം ഉണങ്ങണില്ല. അങ്ങനെ തപസ് ചെയ്ത് ജനിച്ചിട്ടുള്ള ആളാണ് ആര്? ഈ ദൃഷ്ടദ്യുമ്നൻ. എന്താ ഉദ്ദേശം? ദ്രോണനെ കൊല്ലണം. ഈ യുദ്ധം ഞാൻ പല വിധത്തിലും ജയിക്കാം എന്നെനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ ഒരൊറ്റ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ തളർന്നു പോണു എൻ്റെ ആചാര്യ. അങ്ങയെ കൊല്ലാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ജനിച്ചതാണ് അച്ഛനെ കുട്ടിയായിട്ട് ആര്? ഈ ദൃഷ്ടദ്യുമ്നൻ. ആ ദൃഷ്ടദ്യുമ്നനെ അവർ സൈന്യ തലവനാക്കി വെച്ചിട്ടുമുണ്ട്. വ്യൂഹം ചെയ്യാൻ അതിസമർത്ഥനുമാണ്. അദ്ദേഹത്തിന്റെ ജന്മോദ്ദേശം ഇതുമാണ്. അതുകൊണ്ട് അതിബുദ്ധിമാനായ ദൃഷ്ടദ്യുമ്നനാണ് അപ്പുറത്ത് എന്ന് നല്ല പോലെ മനസ്സിലാക്കി എന്തു വേണോ ചെയ്തോളൂ എന്നൊക്കെയാണ് പറയണത്. വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ദൃഷ്ടദ്യുമ്നന്റെ വ്യൂഹരചന വളരെ പ്രസിദ്ധമാണത്രേ. പ്രതിവ്യൂഹം ചമയ്ക്കാൻ അപ്രതിരുദ്ധമായിരിക്കണം. അതേസമയം ശത്രുസേനയെ ആക്രമിക്കാൻ സാധിക്കുന്നതുമാവണം. ഇത് രണ്ടും കൂടി എളുപ്പമല്ല. എൻ്റെ മനസ്സ് തളർന്നു പോണു. അത് അങ്ങേ ഒന്ന് ഓർമ്മപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് പറയാണ് മറുസേനയിലുള്ള ആൾക്കാര് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന്. അത്ര ശൂരാമഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ ധൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവയേവ മഹാരഥാഃ. ദുര്യോധനന്റെ കണ്ണുകൊണ്ട് കുറവ് സൈന്യമുള്ള പാണ്ഡവസേനയെ നോക്കിയപ്പോ ആ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിൽ വരുന്നത് തിരമാല പോലെയാണ് വരുന്നത്. അയ്യോ, അതിമഹത്തായ സേന, അത്യുജ്വലമായ സേന, അതിപ്രബലമായിരിക്കുന്ന സേന. നമ്മുടെ സേനാധിപന്മാരെ ഒക്കെ വകവരുത്താൻ പറ്റിയ തരത്തിൽ അവതാരമൂർത്തികളായി നിൽക്കുന്ന ചില കൂട്ടരും അവിടെ ഉണ്ട്. എന്തു ചെയ്യാനാപ്പാ? ഞാൻ ഇത്ര നാളും അട്ടഹസിച്ചു, പ്രൗഢിയോടുകൂടി സംസാരിച്ചു, സൂചി കുത്താനുള്ള പഴുതും കൂടി തരില്ല എന്ന് പറഞ്ഞു.
ഇതൊക്കെ കഴിഞ്ഞ് ധർമ്മക്ഷേത്രത്തിൽ യുദ്ധത്തിന് വന്ന് നിന്ന് ഞാൻ എൻ്റെ എതിർ സൈന്യത്തെ ആദ്യമായി നോക്കുമ്പോ എൻ്റെ മനസ്സിൽ വന്ന് കയറുന്നത് ഈ മാതിരി വിചാരങ്ങളാണെന്ന് ആ ദുര്യോധന മുഖത്തിൽ നിന്ന് തന്നെ ആ ധർമ്മക്ഷേത്രം പുറപ്പെടുവിക്കുന്നു. എന്ത്? അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി. അവിടെയുള്ളവരൊക്കെ മഹേശ്വാസന്മാരാണ്. അമ്പും വില്ലും പ്രയോഗിക്കാൻ, വാളും ഗദയും പ്രയോഗിക്കാൻ, കുന്തം പ്രയോഗിക്കാൻ, തോട്ടി പ്രയോഗിക്കാൻ ഒക്കെ അതിനിപുണന്മാരാണ്. അങ്ങേയറ്റത്തെ വൈദഗ്ധ്യമുണ്ടവര്. ഭീമാർജുന സമായുധി. ഭീമനെയും അർജുനെയും പറ്റി പറയണ്ടല്ലോ. ഭീമൻ ബദ്ധവൈരിയല്ലേ, അർജുനൻ അതിസമർത്ഥനല്ലേ, വില്ലാളി വീരനല്ലേ. അവർക്ക് രണ്ടുപേർക്കും കടപിടിക്കാവുന്ന തരത്തിലുള്ള യോദ്ധാക്കളാണ്. ആരൊക്കെയാ? ഞാൻ പേര് പറയാം. യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. യുയുധാനൻ, വിരാടൻ, മഹാരഥനായിരിക്കുന്ന ദ്രുപദൻ, ദൃഷ്ടകേതുശ്ചേകിതാനഃ. ദൃഷ്ടകേതു, ചേകിതാനൻ, കാശിരാജശ്ച വീര്യവാൻ. അതിവീര്യ പരാക്രമങ്ങളുള്ള കാശിരാജാവ്. പുരുജിത് കുന്തിഭോജശ്ച. പുരുജിത്ത്, കുന്തിഭോജൻ. ശൈബ്യശ്ച നരപുംഗവഃ. നരപുംഗവനായ ശൈബ്യൻ. യുധാമന്യുശ്ച വിക്രാന്തഃ. യുധാമന്യു. ഉത്തമൗജാശ്ച വീര്യവാൻ. ഉത്തമൗജൻ, മൗജസ്. സൗഭദ്രോ ദ്രൗപദേയാശ്ച. സുഭദ്രാപുത്രൻ അഭിമന്യു. ദ്രൗപദേയാശ്ച. ദ്രൗപദിയുടെ സന്താനങ്ങൾ, കുട്ടികൾ. സർവ ഏവ മഹാരഥാഃ. ഇവരെല്ലാവരും മഹാരഥന്മാരാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇതാണ് ധർമ്മത്തിന്റെ സ്വാധീനം. ധർമ്മക്ഷേത്രത്തിലാ യുദ്ധം നടക്കുന്നത്. ധർമ്മക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് കൂടുതൽ സൈന്യം സമാഹരിച്ചതിന് ശേഷവും വന്നു നിന്ന് ദുര്യോധന് പെട്ടെന്നുള്ള ആ നോട്ടത്തിൽ മനസ്സിലാകുന്നത് എന്റെ സേന തുലോം നിസ്സാരം, മറുസേനയോ അപാരം, അതിഗംഭീരം, അത്യുജ്വലം, പ്രൗഢം, അജയ്യം എന്ന് തോന്നിക്കുക. മനസ്സിലിങ്ങനെ തോന്നിയാൽ പിന്നെ യുദ്ധം ശരിയാവോ? നിങ്ങൾക്ക് എന്താ തോന്നണത്? അപ്പൊ ധർമ്മസ്വാധീനം എപ്പോഴും ശരീരത്തിന്റെ ഉള്ളിൽ, മനോമണ്ഡലത്തിലും ബുദ്ധിമണ്ഡലത്തിലുമാണ്. സർവയേവ മഹാരഥാഃ. ഇവിടെ എത്ര ആളുടെ പേര് പറഞ്ഞു? 10-20 ആളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. 10-20 ആളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് ഈ മഹാരഥന്മാര് എന്ന് ചോദിച്ചാൽ, ഏകോദശസഹസ്രാണി യോധയേദ്യസ്തു ധന്വിനഃ അസ്ത്രശസ്ത്ര പ്രവീണശ്ച മഹാരഥ ഇതി സ്മൃതഃ. ഏകോദശസഹസ്രാണി യോധയേത്. 10,000 പടയാളികളോട് പടപൊരുതാൻ സാധിക്കുന്നവനാണ് മഹാരഥി. അമിതാന്യോധയേദ്യസ്തു സംപ്രോക്തോ അതിരഥസ്തു സഹ. അനേകം ആൾക്കാരോടുകൂടി പടപൊരുതാൻ സാധിക്കുന്നവൻ അതിരഥനാണ്. രഥീത്വേകേന യോ യുദ്ധേത് തന്യൂനോ അർദ്ധരഥോ മതഃ. രഥി എന്ന് പറഞ്ഞാൽ തനിക്ക് വേറൊരാള്, അങ്ങനെ ഒറ്റയ്ക്ക് പടപൊരുതാൻ സാധിക്കും. അത് വിട്ട് താഴത്ത് പോയ അർദ്ധരഥൻ എന്നൊക്കെയാണ് പേര് പറയുക. അതിരഥി 10,000 യോദ്ധാക്കളോട് പടപൊരുതണം. അങ്ങനെ ആരൊക്കെയുണ്ട്? യുയുത്സു, ദ്രുപദൻ, വിരാടൻ, ഉത്തരൻ, ശിഖണ്ഡി, ദുശാസനൻ, വികർണൻ, ജയദ്രഥൻ, ശകുനി. ഇവരെല്ലാവരും അതിരഥികളാണത്രേ. മഹാരഥി എന്ന് പറഞ്ഞാലോ 10,000 യോദ്ധാക്കളെ ഒരുമിച്ച് നേരിടാൻ സാധിക്കണം. എല്ലാ വിധത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിലും അങ്ങേയറ്റം സാമർഥ്യവും വേണം. യുധിഷ്ഠിരൻ, ഭീമൻ, നകുലൻ, സഹദേവൻ, അഭിമന്യു, സാത്വികി, ദൃഷ്ടദ്യുമ്നൻ, ശല്യൻ, ദുര്യോധനൻ, കൃപൻ, അശ്വത്ഥാമ, കംസൻ, ജരാസന്ധൻ, ബാണാസുരൻ. ഇവരൊക്കെയാണ് വാസ്തവത്തിൽ മഹാരഥികൾ. അതിമഹാരഥികളോ 12 മഹാരഥികളെ നേരിടാൻ സാധിച്ചാൽ അവര് അതിമഹാരഥികളായി. ആ വകുപ്പിൽപ്പെട്ട പടയാളികളും ഭാരതത്തിലുണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇന്നത്തെ കാലത്ത് ഇവിടെ എന്തൊക്കെയുണ്ട്? മേജറുണ്ട്, ക്യാപ്റ്റനുണ്ട്. അവിടുന്ന് അങ്ങോട്ട് പോയി ഫീൽഡ് മാർഷൽ വരെ എത്തിയിട്ടില്ല നമ്മള്. പഴയ കാലത്ത് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കുന്നു സ്ഥിതിന്ന്. വാലി, കാർത്തവീര്യാർജുനൻ, രാവണൻ, പരശുരാമൻ, ജാംബവാൻ, ഭീഷ്മൻ, കർണൻ, അർജുനൻ, ദ്രോണാചാര്യൻ, ഇന്ദ്രജിത്ത്, ഇവരെല്ലാം അതിമഹാരഥികളാണ്. ഈ യുദ്ധം അങ്ങോട്ട് തുടങ്ങി മുന്നോട്ട് പോകുമ്പോ പല തരത്തിലുള്ള പ്രതിസന്ധികളും അവിടെ ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള വിഷമങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്.
മഹാരഥി 24 അതിമഹാരഥികളെ നേരിടാൻ സാധിച്ചാൽ മഹാമഹാരഥിയായി. അങ്ങനെ ഒരു മഹാമഹാരഥി നമ്മുടെ സങ്കല്പത്തിലുണ്ടെങ്കിലും ഇവിടെ ആരും ഉണ്ടായിട്ടില്ല. എന്താ കാരണം? 24 അതിമഹാരഥികളെ ഒരുമിച്ച് നേരിടാൻ സാധിച്ചാൽ ആ ആളെ മഹാമഹാരഥി എന്ന് പറയും. അത്രയ്ക്ക് സൈന്യവലിപ്പമോ സേനാമേധാവികളോ ഇവിടെ ഉണ്ടായിട്ടില്ലാത്തതിനാൽ അത് സങ്കല്പത്തിൽ മാത്രം അവശേഷിക്കുകയാണ്. നമുക്ക് ഫീൽഡ് മാർഷൽ എന്നൊരു ടൈറ്റിൽ ഇന്ത്യയിൽ ഇതുവരെ ഇല്ല. എന്നാൽ അയൽവക്ക രാജ്യത്തില് ഫീൽഡ് മാർഷൽ എന്നൊരു പേരൊരാൾ സ്വയം അങ്ങോട്ട് ധരിച്ചു. അത്രയ്ക്ക് സേന അവിടെ ഇല്ലെങ്കിലും ധരിച്ചു. ഫീൽഡ് മാർഷൽ എന്നൊരാളെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. ഇതാണ് നമ്മുടെ വർത്തമാനം. ഇനി 10-20 ആളുടെ പേര് പറഞ്ഞ് എല്ലാം മഹാരഥികളാണെന്ന് പറഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ സൈന്യത്തിന്റെ വർത്തമാനവും ഞാനൊന്ന് ചുരുക്കി പറയാം എന്ന് പറഞ്ഞ് ദുര്യോധനൻ തുടരണു. അപ്പോഴല്ലേ തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ ആചാര്യനോട് സന്നാഹങ്ങളൊക്കെ ശരിയാക്കാൻ പറയാൻ പറ്റുള്ളൂ. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായകാമമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ. ദ്രോണന്റെ അടുത്ത് പോയി പറയാണ് ദ്വിജോത്തമ. ദ്രോണൻ ക്ഷത്രിയനല്ലല്ലോ, ബ്രാഹ്മണനാണല്ലോ. അതുകൊണ്ട് ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, ക്ഷത്രിയന്മാരൊരു വകുപ്പ് വേറെയാ, അങ്ങ് ബ്രാഹ്മണനാണ്, ക്ഷത്രിയന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ശരിയാ. പക്ഷേ പടപൊരുതുന്ന സമയത്ത് സാമർഥ്യം അങ്ങയ്ക്കാവോ കൂടുതൽ, അതോ ക്ഷാത്ര തേജസ്സിനോ എന്നുള്ളത് കണ്ടറിയണം. അപ്പൊ ഞാൻ നമ്മുടെ സൈന്യത്തിന്റെ വിവരങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞു തരാം. സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. വെറുതെ ഒന്ന് പേര് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പുറത്തുള്ള വർത്തമാനം പറഞ്ഞപ്പോ ഇപ്പുറത്തതും പറയണല്ലോ. താൻ നിബോധ ദ്വിജോത്തമ. എന്നിട്ട് പറയാണ് ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. കഴിഞ്ഞു പേര്. 11 അക്ഷൗഹിണി സേനയില് 7 അക്ഷൗഹിണിയിൽ 20 ആളുടെ പേര് പറഞ്ഞാൽ 11 അക്ഷൗഹിണി സേനയിൽ എത്ര പറയണം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു 30 ആളുടെ പേരെങ്കിലും പറയണല്ലോ. അതിൽ ദുര്യോധന്റെ കണ്ണിലും മനസ്സിലും കൂടി ഉണ്ടായത് എത്രയാ? ഭവാൻ ആദ്യമായിട്ട് അങ്ങ്, ഭീഷ്മശ്ച ഭീഷ്മൻ, പിന്നെ കർണശ്ച കർണൻ, കൃപശ്ച കൃപൻ, സമിതിഞ്ജയൻ, അശ്വത്ഥാമാവ്, വികർണൻ, സൗമദത്തിസ്തഥൈവ ച. ഇത്രയേ ഉള്ളൂ. അന്യേ ച ബഹവഃ ശൂരാഃ മദർത്ഥേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. അന്യേ ച വേറെയും അനവധി പേരുണ്ട്. ബഹവഃ ശൂരാഃ അനവധി ശൂരന്മാരാണ്. മദർത്ഥേ ത്യക്തജീവിതാഃ അവരിവിടെ വന്നിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? മദർത്ഥേ എനിക്ക് വേണ്ടി, ത്യക്തജീവിതാഃ ജീവിതം ഉപേക്ഷിച്ച് വന്നിരിക്കുക. നടന്നതും അതന്നെയല്ലേ. ദുര്യോധന്റെ പക്ഷത്തിൽ വന്നിട്ടുള്ളവർ മുഴുവൻ എന്തിനാ വന്നേ? പടപൊരുതി മരിക്കാൻ. ജയിക്കാൻ വന്നവരാരുമില്ല അവിടെ. കേൾക്കൂ അദ്ദേഹം സംസാരിക്കുന്ന വർത്തമാനം. മദർത്ഥേ ത്യക്തജീവിതാഃ അവർക്ക് യുദ്ധസാമർഥ്യമുണ്ട്, വീര്യമുണ്ട്, പരാക്രമമുണ്ട്, മഹാരഥന്മാരാണ്, ഒക്കെ ഉണ്ടെങ്കിലും എന്റെ പക്ഷത്തിൽ ചേർന്നതോടുകൂടി പ്രാണൻ പോയതിന് തുല്യാണെന്ന്. അപ്പൊ പ്രാണൻ ത്യജിക്കാൻ വേണ്ടി അവരൊരു സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നാനാശസ്ത്രപ്രഹരണ അനവധി ശസ്ത്രങ്ങൾ പ്രഹരിക്കാൻ അവർക്ക് കെൽപ്പുണ്ട്, അറിവുണ്ട്. സർവേ യുദ്ധവിശാരദാഹ എല്ലാവരും യുദ്ധത്തിൽ അങ്ങേയറ്റത്തെ വിശാരദന്മാരാണ്, പാരംഗതന്മാരാണ്. അങ്ങനെയൊക്കെ ആയാലും എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണെന്നറിയോ? അപര്യാപ്തം തദസ്മാകം ബലം ഭീമാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. ഭീഷ്മനാൽ രക്ഷിക്കപ്പെട്ടിട്ടുള്ളതായ ഈ സേനയുണ്ടല്ലോ, അപര്യാപ്തം എന്നുള്ള വാക്കിന് രണ്ടർത്ഥാണ്. സീമാതീതമായിട്ടുള്ള ഒരു സേന, അത്രയ്ക്ക് വലിപ്പമുണ്ടെന്ന്. പിന്നെ ഒന്നോ പര്യാപ്തമല്ല എന്ന് വെച്ചാൽ മുഴുവനും കഴിവില്ല, സമർത്ഥമല്ല എന്നർത്ഥം. ആ ഒരു വാക്കാണ് വ്യാസദേവൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
അപ്പൊ എന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോ തോന്നണു ഭീഷ്മൻ അജയ്യനാണ്, ഭീഷ്മന്റെ കയ്യിലുള്ള സേന വിപുലവുമാണ്, കൂടുതലാണ്. എന്നാലും ഭീഷ്മനാൽ രക്ഷിക്കപ്പെട്ട എന്റെ സേന കാര്യം നടത്താൻ അപര്യാപ്തമാണെന്ന് എനിക്ക് തോന്നുകയാണ്. അതിന് പൂർണ്ണത്ര കഴിവും സാമർഥ്യവും കൗശലവും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നേരെ മറിച്ച് 7 സേനയെ 7 കോടിയെ 7 അക്ഷൗഹിണിയെ അവിടെ ഉള്ളൂ എന്നുണ്ടെങ്കിലും പര്യാപ്തം ത്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ആ ഭീമനാണ് അവിടെ രക്ഷിക്കുന്നത്. ഭീമൻ എങ്ങനെയാ? എന്നോട് ദ്വന്ദ്വയുദ്ധം ഗദായുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധനാണ്. ദുശാസനനെ കൊന്ന് ചോര കുടിക്കും ഞാൻ എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആളാണ്. ആ ഭീമനെ പറ്റി ഓർക്കുമ്പോ ഞാൻ എന്ത് ഊറ്റം പറഞ്ഞാലും ഉള്ളുകൊണ്ട് നെടുങ്ങുക ചെയ്യണത് എനിക്ക്. പര്യാപ്തം ദ്വിതമേതേഷാം, 7 അക്ഷൗഹിണിയാണെന്ന് പറഞ്ഞ് കാര്യമില്ല. അവര് വേണ്ടത്ര കാര്യം നടത്താൻ സമർത്ഥവും ശക്തവുമാണ്. ഇത്രയും 2 സൈന്യത്തിനെ കുറിച്ചും പറഞ്ഞ് അവസാനം ആചാര്യനോട് എന്ത് വേണം എന്ന് ചോദിക്കല്ല. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഒരു ആചാര്യൻ്റെ അടുത്ത് പോയാൽ സാധാരണ എന്താ പറയുക, എന്താ വേണ്ടതെന്ന് ചോദിക്കുക ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നണത്. അതിന് പകരം രാജാവ് ആ രാജസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് ഹുങ്കോടുകൂടി ഗൗഡോടുകൂടി പ്രൗഢിയോടുകൂടി ആചാര്യന് ഒരു സ്ഥാനവും ഇല്ല എന്നുള്ള നിലയ്ക്ക് സംസാരിക്കുന്നു. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവയേവ ഹി. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ. ഭീഷ്മനാണ് സൈന്യത്തെ വ്യൂഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സ്ഥാനങ്ങളിൽ യഥാസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് എന്തു വേണം? ഭീഷ്മമേവാഭിരക്ഷന്തു. എന്റെ ഈ യുദ്ധത്തിൽ നിർണായകമായ ദൗത്യം നിർവഹിക്കാൻ പോകുന്നത് മുത്തശ്ശനായ ഭീഷ്മനാണ്. അദ്ദേഹം മാത്രമേ ഇവിടെ അജയ്യൻ എന്ന് പറയാനുള്ളൂ. ആ ഭീഷ്മൻ ഉള്ളിടത്തോളം കാലം എന്നെ പരാജയപ്പെടുത്താൻ ആർക്കും പറ്റില്ല. എന്നാൽ ആ ഭീഷ്മന് ചില പൊള്ളത്തങ്ങളൊക്കെ ഉണ്ട്, അതും നമുക്കറിയാം. അതുകൊണ്ട് എന്തു വേണം? ഭീഷ്മന്റെ ദേഹരക്ഷ നിങ്ങൾ ഉറപ്പുവരുത്തണം. അങ്ങയ്ക്ക് ഒരു ദൗത്യമേ ഉള്ളൂ. ശത്രു സൈന്യത്തെ കിടന്ന് ആക്രമിക്കണം എന്ന് ഞാൻ പറയണില്ല. ഭീഷ്മന് കോട്ടവാട്ടം വരാതെ സൂക്ഷിച്ചു നോക്കണം. ഇത് മാത്രം അങ്ങ് ചെയ്താൽ മതി, പിന്നെ ഒന്നും ചെയ്യണ്ടാന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആചാര്യനുള്ള ആജ്ഞ. ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവയേവ ഹി. ആരെങ്കിലും ഒരാള് വകുതിരിവുള്ളവൻ ആചാര്യന്റെ അടുത്ത് ഗുരുവിന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ ആരെങ്കിലും ധിക്കരിച്ച് സംസാരിക്കോ? ഒന്ന് ചെന്ന് പ്രണമിച്ചു എന്ന് സഞ്ജയൻ ഇവിടെ പറയുന്നില്ല. അവിടെ ചെന്നിട്ട് മഹാരാജാവ് രാജപ്രൗഢിയോടുകൂടി ധിക്കാരത്തോടുകൂടി ആ ആജ്ഞാന്ധതയോടുകൂടി സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഈ സംസാരം ഇങ്ങനെ തുടർന്ന് പോയാൽ ഇനി എന്തൊക്കെയാണാവോ ഇവൻ പുലമ്പുക എന്ന് സംശയം തോന്നിയ ആർക്ക്? കൂടെ നിൽക്കുന്ന ഭീഷ്മപിതാമഹന്. അങ്ങനെ സംശയം തോന്നിയപ്പോ ആ ഭീഷ്മൻ എന്ത് ചെയ്തു? ഈ ദുര്യോധന്റെ പുലമ്പലുണ്ടല്ലോ, ഇത് എങ്ങനെയായാലും ഒന്ന് നിർത്തണം. അതിനെന്താ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ, യുദ്ധകാഹളം മുഴക്കുക എന്ന് തീരുമാനിച്ച് തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധഃ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദധ്മൗ പ്രതാപവാൻ. എന്നാ ദുര്യോധന, നീ ചെയ്യണത് തെറ്റാണെന്ന് പറഞ്ഞ് വഴക്കടിക്കാനുള്ള സന്ദർഭമല്ലാതെ എന്തെങ്കിലും ഒരു കൗശലം സൂത്രരൂപത്തിൽ പ്രയോഗിച്ച് ഈ ശിഷ്യന്റെ ധിക്കാരപൂർവമായ സംസാരം പിടിച്ചു നിർത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. തസ്യ സഞ്ജനയൻ ഹർഷം. അതേ സമയത്ത് ദുര്യോധന് നിരാശ തോന്നരുത്, സന്തോഷം തോന്നും വേണം. ഞാൻ സൈന്യത്തലവനാണല്ലോ എന്ന് വിചാരിച്ച് കുരുവൃദ്ധഃ പിതാമഹഃ, കുരുവൃദ്ധനാണ്, പിതാമഹനാണ്. സിംഹനാദം വിനദ്യോച്ചൈഃ, ഉറക്കെ സിംഹത്തെ പോലെ ഒരു അലർച്ചി അങ്ങോട്ട് അലറിയത്രേ. എന്നിട്ടോ ശംഖം ദധ്മൗ പ്രതാപവാൻ, വലിയ പ്രതാപശാലിയാണല്ലോ ഭീഷ്മൻ. ഒരു സിംഹധ്വനി മുഴക്കിയതിന് ശേഷം ശംഖ് എടുത്തിട്ട് അങ്ങോട്ട് വിളിച്ചു. അപ്പൊ പിന്നെ സംസാരിക്കാൻ സ്ഥാനമില്ലല്ലോ. സേനാധിപൻ ശംഖ് വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ പിന്നെ യുദ്ധകാഹളം മുഴക്കണം. പിന്നെ അവിടെ ദുര്യോധനോ വേറൊരാൾക്കോ സംസാരിക്കാനുള്ള അവസരമില്ല. അത് നിർത്താൻ വേണ്ടിയിട്ട് സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദധ്മൗ പ്രതാപവാൻ. ധൃതരാഷ്ട്ര മഹാരാജാവേ, സഞ്ജയനാണിതാ സംസാരിക്കുന്നത്.
കുരുക്ഷേത്രത്തിൽ എന്ത് നടന്നു, എന്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും എന്തു ചെയ്തു എന്ന് ചോദിച്ചില്ലേ? അങ്ങയുടെ പുത്രൻ ചെയ്ത കോലാഹലമാണത്, കേട്ടോളൂ. അത് നിർത്താൻ വേണ്ടി ഭീഷ്മന് ശംഖ് വിളിക്കേണ്ടി വന്നു. ആ ശംഖ് വിളിക്കേണ്ട താമസം അക്ഷമരായി ആ ഭാഗത്തുള്ളവരെന്ത് ചെയ്തു? തതശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദഃ തുമുലോ അഭവത്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? തതഃ അനന്തരം ഭീഷ്മൻ ആദ്യമായിട്ട് ശംഖ് വിളിച്ചു എന്നങ്ങോട്ട് കേട്ടപ്പോ ശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ, അവിടെയുള്ളവരെല്ലാവരും ശംഖും വിളിച്ചു, ഭേരി മുഴക്കി. പണവം, ആനകം, ചെറിയ ചെണ്ട, ഇടയ്ക്ക പോലെയുള്ളത് പെരുമ്പറ, കയ്യിലുള്ള വാദ്യങ്ങളും ശംഖും എല്ലാം കൂടി ഗംഭീരായിട്ടൊരു ഘോഷം അങ്ങോട്ട് മുഴക്കിയത്രേ. അതെങ്ങനെ? സഹസൈവാഭ്യഹന്യന്ത, അതിലൊരു ചിട്ടയും ഒരു ക്രമമൊന്നുമില്ല. ഭീഷ്മനാണ് ശംഖ് വിളിച്ചത്. അപ്പൊ ഭീഷ്മന്റെ തൊട്ടടുത്ത് വിളിക്കേണ്ടത് ദ്രോണരാണ്, അതിൻ്റെ അപ്പുറത്ത് തലമുതിർന്നവരാണ്, അതിനുശേഷമാണ് ബാക്കി ഓരോരുത്തരും വിളിക്കേണ്ടത്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അങ്ങോട്ട് പുറപ്പെട്ടു ശബ്ദം. എല്ലാം കൂടിയിട്ടൊരു ബഹളം, ഒരു കൂട്ടപ്പടക്കം പൊട്ടിച്ച മാതിരിയായി അത്. സഹസൈവാഭ്യഹന്യന്ത, പെട്ടെന്നാണ് ആ മുഴക്കം. ആ ശബ്ദത്തിന് എന്ത് സംഭവിച്ചു? സശബ്ദഃ തുമുലോ ഭവത്. കഴിഞ്ഞു, അത്രേ പറയാനുള്ളൂ. പുറപ്പിടിച്ചത് 11 അക്ഷൗഹിണി സേനയുടെ മധ്യത്തിൽ നിന്നാണ്. ആ ശബ്ദത്തിന് എതിർഭാഗത്ത് പ്രവേശിക്കാനോ അവരുടെ ഉള്ളിൽ നുഴഞ്ഞു കയറാനോ അവരെ ഒന്ന് കിടിലം കൊള്ളിക്കാനോ ഒന്നും തന്നെ സാധിച്ചില്ല. എല്ലാം കൂടിയിട്ടൊരു കൂട്ടപ്പൊരിച്ചൽ, ഒരു മരണപ്പാച്ചൽ പോലെയാ അവിടെ ഉണ്ടായത് എന്ന്. ഇതാണ് ധർമ്മക്ഷേത്രത്തിന്റെ സ്വാധീനം. കേൾക്കണുണ്ടോ നിങ്ങൾ? നമുക്ക് എല്ലാവർക്കും മീതെ ഒരു സ്വാധീനമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര തന്നെ പറഞ്ഞാലും, എത്ര തന്നെ തർക്കിച്ചാലും, എത്ര തന്നെ സമർത്ഥമായി പെരുമാറിയാലും, എന്ത് തന്നെ വന്നാലും ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ വിചാരിക്കണ മാതിരിയാണ് എല്ലാം എന്ന്. പൂച്ച കണ്ണടച്ച് അങ്ങോട്ട് പാല് കുടിക്കും, ഒരൊറ്റ ആളും കാണുന്നില്ല. പൂച്ച കണ്ണടച്ചത് കൊണ്ട് ബാക്കിയുള്ളവർ കാണാണ്ടാവൂ. ധർമ്മത്തിന്റെ കണ്ണടയ്ക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ധർമ്മത്തിന് അതിൻ്റെതായ അതിസൂക്ഷ്മ ഗതിയും പ്രഭാവവുമുണ്ട്. ആ ധർമ്മസ്വാധീനത്തിൽ പെട്ടിട്ടാണ് ദുര്യോധനൻ ഇങ്ങനെയൊക്കെ പൊലമ്പിയതും ആചാര്യനോട് ധിക്കരിച്ച് പെരുമാറിയതും ഭീഷ്മർക്ക് ഗത്യന്തരമില്ലാതെ ശംഖ് വിളിക്കേണ്ടി വന്നതും. അത് കേട്ടതോടുകൂടി ഇവരെല്ലാവരും കൂടി ഒരു പരക്കമ്പാച്ചൽ പോലെ അങ്ങോട്ട് വിളിച്ചു. കഴിഞ്ഞു അവരുടെ ഭാഗത്ത് നടന്ന സംഭവം. ഇനി മറുഭാഗത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ആദ്യം പാണ്ഡുപുത്രന്മാരല്ല പുറപ്പെട്ടത്, അങ്ങയുടെ ഭാഗത്തു നിന്നാണ് പുറപ്പാടുണ്ടായത്. അതിന് പ്രതിധ്വനി എന്നുള്ള നിലയ്ക്ക് മാത്രമേ പാണ്ഡവന്മാർ പുറപ്പെട്ടുള്ളൂ. അതെങ്ങനെയാന്ന് കേട്ടോളൂ. തതശംഖൈ തതശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദധ്വതുഃ. തതശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദധ്വതുഃ. തതഃ ഭീഷ്മൻ ശംഖ് മുഴക്കി, ശംഖ് വിളിച്ചു. അവരെല്ലാവരും കൂടി കൂട്ടത്തോടുകൂടി നെലുവിളി കൂട്ടി, കലശൽ കൂട്ടി. ഇനിയിപ്പോൾ നമുക്ക് പ്രതിരോധം ചെയ്യാതെ പറ്റില്ല എന്ന് തീരുമാനിച്ച് പാണ്ഡവന്മാര്, ദൃഷ്ടദ്യുമ്നനാണ് സൈന്യത്തലവൻ, അവിടുന്ന് അങ്ങോട്ട് 5 പാണ്ഡവന്മാരുണ്ട്. ഇവരാരും ഒന്നും ചെയ്തില്ല. ദൃഷ്ടദ്യുമ്നൻ ഒരു സ്ഥാനം എനിക്ക് കിട്ടിയില്ല എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞിട്ട് പൂ എന്നൊന്നും പറഞ്ഞില്ല. അവിടെ അടങ്ങി ഒതുങ്ങി മിണ്ടാതെ ഇരുന്നു. ഭീഷ്മനെ പോലെ ഒരു മഹാരഥൻ, ഒരു മഹാശയൻ, ഒരു പ്രാജ്ഞ വൈഭവമുള്ളവൻ, അദ്ദേഹം ശംഖ് വിളിച്ചാൽ അതിന് പ്രതിധ്വനിക്ക് ഞങ്ങൾക്ക് ആർക്കും അർഹതയില്ല എന്ന് പറഞ്ഞ് ഞാൻ സൈന്യത്തലവനായാലും പുറപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഒതുങ്ങിയിരുന്നപ്പോ അങ്ങനെ ആയാ പറ്റില്ല എന്ന് പറഞ്ഞ്, യുദ്ധം ചെയ്യില്ല ഞാൻ എന്ന് പറഞ്ഞു വന്ന ആള് യുദ്ധം ചെയ്യിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ചെയ്യില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ചെയ്യിക്കാനുള്ള സിഗ്നൽ, സമ്മതവും ആഹ്വാനവും നൽകിക്കൊണ്ട് തതശ്വേതൈർഹയൈർയുക്തേ, വെളുത്ത കുതിരകളെ പൂട്ടിയിട്ടുള്ള അർജുന രഥമാണ്. മഹതിസ്യന്തനേ സ്ഥിതൗ, അതിമഹത്തായിരിക്കുന്ന രഥം. ആ വാക്കുകൾ കേട്ടോളൂ. മാധവഃ പാണ്ഡവശ്ചൈവ,
മാധവനും പാണ്ഡവനും അർജുനനും ദിവ്യൗ ശംഖൗ പ്രദധ്വതു. അവരവരുടെ കയ്യിലുള്ളതായ ദിവ്യ ശംഖങ്ങളാണ് എടുത്തു ഊതിയത്. അങ്ങനെ ശംഖ് ഊതി എന്ന് പറഞ്ഞതുകൊണ്ട് സഞ്ജയന് തൃപ്തിയാവുന്നില്ല. ആ ശംഖിന്റെ പേരുകളും വർണ്ണനകളും ഒക്കെ വളരെ വിശേഷമാണ്. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദധ്വൗ മഹാശംഖം ഭീമകർമാ വൃകോദരഃ അനന്തവിജയം രാജാ കുന്തീപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ കാശ്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ച പരാജിതഃ ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശഃ പൃഥിവീപദേ സൗഭദ്രശ്ച മഹാബാഹുഃ ശംഖാൻ ദധ്വോ പൃഥക് പൃഥക്. അവിടെ കൂട്ടപ്പൊരിച്ചിലൊന്നും ഉണ്ടായില്ല. വളരെ അടക്കും ചിട്ടയും ഉണ്ടായിരുന്നു അവിടെ. ആരാണ് മുമ്പ് വിളിക്കേണ്ടത്, അതിൻ്റെ പിന്നിൽ വിളിക്കേണ്ടത് ആരാ, ആ ക്രമമൊന്നും അവിടെ വാശിയുടെയോ ഉത്സാഹത്തിൻ്റെയോ പേരിൽ ഒന്നും തെറ്റിക്കാതെ വളരെ ചിട്ടയോടുകൂടി വിളിച്ചിരിക്കുന്നു. അതെന്താ, ശംഖ് മാത്രമേ വിളിച്ചുള്ളൂ, പിന്നെ ഒന്നും അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. ഇവിടെ പെരുമ്പറയും പറയും ചെണ്ടയും ഹാ ഹൂ കൊമ്പ് കുഴലൊക്കെ ഉണ്ടായിരുന്നു. അവർ വെറും ശംഖ് വിളി മാത്രമേ അവിടെ നടന്നുള്ളൂ. പാഞ്ചജന്യം ഹൃഷീകേശോ, കൃഷ്ണൻ വിളിച്ചത് ആദ്യമായി തൻ്റെ പാഞ്ചജന്യമാണ്. ദേവദത്തം ധനഞ്ജയ, സാരഥി വിളിച്ചപ്പോ രഥി എന്നുള്ള നിലയ്ക്ക് അർജുനൻ സമ്മതം കിട്ടി, ഉത്സാഹം തോന്നി. ദേവദത്തം എന്ന് പറയുന്ന ശംഖാണ് വിളിച്ചത്. പൗണ്ഡ്രം ദധ്വൗ മഹാശംഖം ഭീമകർമാ വൃകോദരഃ, വൃകോദരൻ ഭീമൻ വിളിച്ചതോ പൗണ്ഡ്രം എന്ന് പറയുന്ന ശംഖാണ്. അനന്ത വിജയം രാജ, യുധിഷ്ഠിരന്റെ കയ്യിലുള്ള ശംഖിന് പേരെന്താ? അനന്ത വിജയം. കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ. നമുക്ക് ഓരോന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടല്ലേ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പേരിട്ടിട്ടുണ്ടോ? അവനവൻ്റെ കുടുംബത്ത് കുട്ടികൾ ജനിക്കുമ്പോൾ നല്ല പേര് തിരഞ്ഞെടുത്ത് ഇടുവപ്പാ. ഇപ്പൊ എന്തൊക്കെയാ പേരിടുന്നത്? ചുള്ളിമോൻ, കള്ളിമോൻ, ഷുജു, മുജു, കുജു, പുജു. എന്താ ഇതിനൊക്കെ അർത്ഥം എന്നറിയില്ല. ഗൾഫിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഒക്കെ ശുചു ജുജുവായി. എന്താ പേരിടുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥമാണ്. 3 അക്ഷരമുള്ള പേരാണ് ഏറ്റവും വിശേഷം. അത് ദേവന്മാരുടെ പേരുകളാണ് ആദ്യം ഇടുക. അത് കഴിഞ്ഞാൽ ഭൂമിയിലുള്ള കാര്യങ്ങൾ, ഗുണവിശേഷങ്ങൾ, നന്മകൾ, മൂല്യങ്ങൾ, ഇതിൻ്റെയൊക്കെ പര്യായ ശബ്ദങ്ങളാവണം നമ്മൾ പേരിടാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ദുർമുഖി എന്ന് പേരിടുമോ? എന്നാ പിന്നെ ഷുജു കുജു എന്നെന്താ പറഞ്ഞേ? കുജു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കുശു എന്നുള്ളതിൻ്റെ പര്യായ ശബ്ദം. എന്താ ഈ അർത്ഥം? പേരിനൊരർത്ഥം വേണമല്ലോ. അപ്പൊ ആ പേര് നോക്കൂ. ദേവദത്തം ധനഞ്ജയ അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷ മണിപുഷ്പകൗ. പേരിടിനപ്പ മണിപുഷ്പകം എന്ന് പറഞ്ഞ്. എൻ്റെ ചെറുപ്പകാലത്ത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ പേരെന്താന്ന് ചോദിച്ചു. ഞാൻ അധികം കാണാറില്ല. അപ്പൊ മകള് പറയാ പൂർണ്ണ പുഷ്കലാമ്പാൾ എന്ന്. ഞാൻ അമ്പരന്ന് പോയി. പൂർണ്ണ പുഷ്കലാമ്പാൾ എന്നൊരു പേരോ? എങ്ങനെയാ ഇതൊക്കെ തിരഞ്ഞെടുത്തതെന്ന് ആലോചിക്കൂ. അതൊക്കെ പോയിട്ട് നമ്മുടെ സംസ്കാരം കുത്തനെ എങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ പേരൊന്നുമില്ല. ഇപ്പോ കാശ്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ച പരാജിതഃ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പേര് പറയുന്നില്ല സഞ്ജയൻ. ഓരോരുത്തരും വിളിച്ചു എന്നേ പറയുന്നുള്ളൂ. ശിഖണ്ഡി, മഹാരഥനായ ശിഖണ്ഡി, പരമേശ്വാസനായ കാശ്യൻ, ദൃഷ്ടദ്യുമ്നൻ, വിരാടൻ, സാത്യകി, ദ്രുപദൻ, ദ്രൗപദേയന്മാർ എല്ലാവരും തന്നെ മഹാരാജാവേ, അഭിമന്യുവും എല്ലാവരും കൂടി ശംഖാൻ ദധ്മു പൃഥക് പൃഥക്, ഒറ്റയ്ക്ക് അടക്കും ചിട്ടയും മര്യാദവും ക്രമവും മുറയും എല്ലാം പാലിച്ചുകൊണ്ട് അവരവരുടെ കയ്യിലുള്ള ശംഖുകൾ വിളിച്ചു. വിളിച്ചപ്പോൾ എന്തുണ്ടായി? 7 അക്ഷൗണി സേനയെ ഇപ്പുറത്ത് കയ്യിലുള്ളൂ. അവർ വിളിച്ചത് ശംഖാണ്. സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത്.
നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത്. കേൾക്കണുണ്ടോ? ആ ഘോഷമുണ്ടല്ലോ. മറ്റത് ഗംഭീരമായി മുഴങ്ങിന്നേ പറഞ്ഞുള്ളൂ. ഇവിടെ പറയണത് എന്താ? ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത്. ധൃതരാഷ്ട്രപക്ഷത്തിൽ, ദുര്യോധനന്റെ പക്ഷത്തിലുള്ള സൈന്യങ്ങൾ ഒട്ടാകെ അവരുടെ ഹൃദയത്തിൽ നുഴഞ്ഞു കയറി, ആക്രമിച്ച് കയറി, അതിനെ പിളർന്ന് മാന്തി പൊളിച്ചു എന്നാ പറയണേ. ആ ശംഖത്തിന്റെ ശബ്ദം. സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. പൃഥിവി ഭൂമിയിൽ മാത്രമല്ല, നഭ ആകാശത്തിലും കൂടി പ്രസരിച്ച് വ്യാപിച്ച് വ്യനുനാദയൻ എല്ലാ ദിക്കിലും മാറ്റൊലി കൊണ്ടു, പ്രകമ്പിപ്പിച്ചു ആ ശബ്ദം. ഇതാണ് ധർമ്മക്ഷേത്രത്തിന്റെ സ്വാധീനം. അവർ യുദ്ധം ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആയി കാണില്ല. അവരെ തുണയ്ക്കാൻ ധർമ്മം നല്ല പോലെ ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. എല്ലാം കഴിഞ്ഞു, രണ്ടു കൂട്ടക്കാരും ചെയ്തത് പറഞ്ഞു. ഇനി എന്തുണ്ടായി? യുദ്ധം തുടങ്ങിയേ വേണ്ടൂ. പെട്ടെന്ന് തുടങ്ങിയില്ല. എന്താ അവിടെ നടന്നത്? ഒരു പരിശോധനയാ. ആരുടെ ഭാഗത്തുനിന്ന്? പാണ്ഡവന്മാരുടെ ഭാഗത്തുനിന്ന്. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഹൃഷീകേശം തദാ വാക്യം ഇദമാഹ മഹീപദേ. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ. ഹനുമാൻ ചിഹ്നമായിട്ടുള്ള കൊടിക്കൂറയാണ് അർജുനന്റെ രഥത്തില്. ആ കപിധ്വജമുണ്ടല്ലോ, അതുള്ള രഥത്തിലുള്ള അർജുനൻ എന്തു ചെയ്തു? വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ, തന്റെ സൈന്യം നോക്കി, മറുസൈന്യത്തിനെയും നോക്കി. അയ്യോ, വളരെ വിപുലമാണല്ലോ, അങ്ങനെ നിരന്നു നിൽക്കണു. അതെല്ലാം നോക്കിയതിനു ശേഷം ധനുരുദ്യമ്യ പാണ്ഡവഃ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ. ശംഖ് വിളിച്ചു, പ്രതിധ്വനിയും കഴിഞ്ഞു. ഇനി ശസ്ത്രം പ്രയോഗിക്കണം. അങ്ങോട്ട് ടപ്പ് അങ്ങോട്ട് വിടണം, പിടിപിടിപിടുന്നതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അത്രയ്ക്ക് ആ 11 മണി 59 അരക്കാലി മഹാണിയും കഴിയും. ആ വൈകിയ സമയത്ത് പോലും അർജുനന്റെ മനസ്സിൽ തോന്നിയത് എന്താ? ധനുരുദ്യമ്യ പാണ്ഡവ. കയ്യിലുള്ള വില്ല് പൊക്കിപ്പിടിച്ചുകൊണ്ട് ആദ്യമായിട്ട് കിട്ടിയിരിക്കുകയാണ് ഒരു അവസരം, കൃഷ്ണന് ഒരു ആജ്ഞ കൊടുക്കാൻ. ഇതുവരെ കൃഷ്ണനോട് തന്റെ ആവശ്യങ്ങളും അപേക്ഷകളും പറഞ്ഞു പോയ ആള് ആദ്യമായിട്ട് സാരഥിയായി കിട്ടിയിരിക്കുക. എത്രത്തോളം നാൾ എൻ്റെ സാരഥിയായിട്ടുണ്ടോ അത്രത്തോളം നാൾ രഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇഷ്ടം പോലെ പറയാമല്ലോ. അപ്പൊ തൻ്റെ കയ്യിലുള്ള ആ പ്രതാപമെല്ലാം നല്ല പോലെ ഫീൽ ചെയ്ത് തോന്നിക്കൊണ്ട് ധനുരുദ്യമ്യ വില്ല് പൊക്കി പിടിച്ചിട്ട് അങ്ങോട്ട് പറയുകയാണ്. ആരോട്? കൃഷ്ണനോട്. ഹൃഷീകേശം തദാ വാക്യം ഇദമാഹ മഹീപദേ. ഹൃഷീകേശം, ഹൃഷീകേശം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ അധിപതി എന്നാണ് അർത്ഥം. നമ്മുടെ ശരീരത്തിൽ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, ആ ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയമനം ചെയ്ത് കൊണ്ടു നടക്കുന്നത് ആരാ? ഉള്ളിലുള്ള ഒരു വൈഭവമാണ്. ആ ഇന്ദ്രിയങ്ങളെ അധീനത്തിൽ വയ്ക്കാൻ സാധിക്കുന്നവനാണ് ശരിയായ മനുഷ്യൻ. അങ്ങനെ കൃഷ്ണൻ നല്ല സെൻസറി കൺട്രോളുള്ള ആളായിരുന്നു. അദ്ദേഹത്തിനോട് രാജാവേ തഥാ വാക്യം ഇദമാഹ, ഇങ്ങനെ ഒരു വാക്യമാണ് അർജുനൻ പറഞ്ഞത്. ഇതിങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. യുദ്ധം വരാൻ പോണു എന്ന് തീരുമാനിച്ചപ്പോൾ ഇവരെല്ലാവരും എല്ലായിടങ്ങളിലും ചെന്ന് അവരവർക്ക് വേണ്ട സഹായം തേടി. കൃഷ്ണനോടും തുല്യമായിരിക്കുന്ന ഒരു ബന്ധമുണ്ട്, രക്തബന്ധമുണ്ട്, വൈവാഹികമായിട്ടുള്ള ബന്ധങ്ങളും കാണും കൃഷ്ണനായിട്ട്. അപ്പൊ കൃഷ്ണന്റെ അടുത്ത് ദ്വാരകയ്ക്ക് ചെന്നു സഹായം മേടിക്കാനായിട്ട്. അവിടെ ചെന്നപ്പോൾ കൃഷ്ണൻ സൂത്രക്കാരനാണല്ലോ, അങ്ങനെ കിടക്കുക. വർത്തമാനം അറിഞ്ഞു. ആദ്യം വന്നത് ദുര്യോധനാ. അപ്പൊ ദുര്യോധനൻ വന്നു പിടിച്ചു എന്നൊക്കെ സംസാരം കേട്ടപ്പോൾ ഇദ്ദേഹം കണ്ണ് ഇറുക്കി അവിടെ എപ്പോ വേണമെങ്കിൽ ഉറങ്ങാമല്ലോ മനുഷ്യന്, കണ്ണടച്ചാൽ ഉറക്കായില്ലേ. അപ്പൊ ദുര്യോധനൻ വന്ന് നോക്കിയപ്പോൾ കൃഷ്ണൻ ഉറങ്ങുക. ഉറങ്ങുക, ശരി, ഇനി ഉറങ്ങി എണീക്കട്ടെ എന്ന് പറഞ്ഞ് എവിടെയാ ഇരിക്കുക എന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി അവിടെ തലപ്പത്ത് 2 സോഫ കിടക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ടാ ഇരുന്നത്. അവിടെ ചെന്നിട്ട് ഇരുന്നു തലപ്പത്ത്.
അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് ഓടിക്കതച്ച അർജുനൻ എത്തിയത്. അർജുനൻ വന്ന് നോക്കിയപ്പോൾ കൃഷ്ണൻ കിടന്നുറങ്ങുക. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ ഒന്ന് കുമ്പിട്ട് നമസ്കരിച്ചതിന് ശേഷം കാലിൻ്റെ അടിയിൽ അവിടെയായിരുന്നു. അങ്ങനെ രണ്ടാളും വന്നു. ദുര്യോധനൻ തലപ്പത്താണ്, അർജുനൻ താഴത്താണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൃഷ്ണൻ കണ്ണങ്ങോട്ട് തുറന്നു. ആരെയാ മുമ്പ് കാണുക? അർജുനനെ കണ്ടു. സമാധാനായി. കൃഷ്ണനൊരു നെടുവീർപ്പിട്ടു. കാര്യം നടന്നു അപ്പാന്ന്. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ദുര്യോധനൻ അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും വന്നു എണീറ്റു, എന്താ വേണ്ടേ ഏതാ? അപ്പം ഞങ്ങൾ രണ്ടാളും മഹാഭാരത യുദ്ധത്തിന് സഹായത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ രണ്ടുപേരും എനിക്ക് തുല്യബന്ധമുള്ളവരാണ്. അപ്പം എനിക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാൻ എൻ്റെ കയ്യിലുള്ള വിഭവങ്ങൾ മുഴുവൻ രണ്ടായി അങ്ങോട്ട് വിഭജിക്കാൻ പോവാ. രണ്ടായി വിഭജിക്കും. അതിൽ ഓരോന്നും നിങ്ങൾ എടുത്തോളൂ. ഒരു ഭാഗത്ത് എൻ്റെ നാരായണീ സേന മുഴുവനും അതിൻ്റെ എല്ലാ അസ്ത്രശസ്ത്രങ്ങളോടുകൂടി അങ്ങോട്ട് വരും. മറുഭാഗത്ത് ദാ ഈ കൃഷ്ണൻ കയ്യിൽ അമ്പും വില്ലും എടുക്കില്ല, യുദ്ധം ചെയ്യില്ല, താൻ മാത്രമായിട്ടൊരു ഭാഗത്ത്. ഇത് രണ്ടെണ്ണത്തിൽ നിങ്ങൾ ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുത്തോളൂ എന്ന്. അപ്പൊ ദുര്യോധനന് സംശയം, എങ്ങാനും അബദ്ധം ചെയ്താലോ അർജുനൻ. അപ്പൊ ആദ്യം ആരാ തിരഞ്ഞെടുക്കുക? എന്നെ അനുവദിക്കണം. എന്താ കാരണം? ഞാനാ മുമ്പ് വന്നത്. അതെങ്ങനെയാ ഞാനാ മുമ്പ് വന്നത്? ഞാൻ ആരെയാ കണ്ടത്? കണ്ടത് അർജുനെയാ. അപ്പൊ കണ്ട ആൾക്കല്ലേ മുമ്പ് കൊടുക്കണ്ടേ? മാത്രമല്ല അർജുനൻ നിന്റെ അനുജനാണല്ലോ, അതുകൊണ്ട് അർജുനായിക്കോട്ടെ എന്ന് സമ്മതിച്ചു. എൻ്റെ വിധം അർജുനൻ ഒരു സംശയവും കൂടാതെ ചെറിയ കുട്ടികളെ പോലെ, കൃഷ്ണ എനിക്ക് കൃഷ്ണൻ മാത്രം മതി. അപ്പൊ എന്തും എനിക്ക് പറയാലോ. അമ്പും വില്ലെടുത്ത് വന്നാൽ ബുദ്ധിമുട്ടാവും, അവിടെ ഇവിടെയൊക്കെ പോയി യുദ്ധം ചെയ്യും. അതുകൊണ്ട് എനിക്ക് കൃഷ്ണനെ മാത്രം കിട്ടിയാൽ എൻ്റെ ഇഷ്ടപ്പെടുക ആജ്ഞകളും ഒക്കെ ആവശ്യങ്ങളും പറയാം. അതുകൊണ്ട് അങ്ങ് മാത്രം മതി എന്ന് പറഞ്ഞു അത്രേ. ദുര്യോധനന് വന്നു ഒരു നെടുവീർപ്പ്. മഹാപാപം ഇങ്ങനെ ശന്തൂലോ. എന്ത് ഭോഷനാവൻ! നാരായണീ സേന വേണ്ടാന്ന് പറഞ്ഞ് കൃഷ്ണൻ മാത്രം, ഈ കൃഷ്ണൻ മാത്രം വന്നിട്ട് എന്താ കാര്യം? യുദ്ധം ചെയ്യൂല. അങ്ങനെ ഒരു കൃഷ്ണനെ കിട്ടുന്നതും കിട്ടാതെ ഇരിക്കുന്നതും അല്ല, ഒരു ആൽസേഷ്യൻ ഡോഗ് ഇനിയും ഭേദ. അതുകൊണ്ട് ഈ കൃഷ്ണനെ കിട്ടാത്തത് നന്നായി, എനിക്ക് സേന മതി എന്ന് പറഞ്ഞ് സമാധാനിച്ച് മടങ്ങിപ്പോയി അത്രേ. പോയതിനു ശേഷം കൃഷ്ണൻ ചോദിക്കുകയാണ്, ദുര്യോധനൻ പോയതിനു ശേഷം, തതഃ പീതാംബരധരോ ജഗസ്രഷ്ടാ ജനാർദ്ദനഃ ഗതേ ദുര്യോധനേ കൃഷ്ണഃ കിരീടിനമഥാബ്രവീത് അയുധ്യമാനഃ കാം ബുദ്ധിം ആസ്ഥായാഹം വൃതസ്ത്വയാ ഭവാൻ സമർത്ഥസ്താൻ സർവാൻ നിഹന്തും നാത്ര സംശയഃ നിഹന്തും അഹമപ്യേകഃ സമർത്ഥഃ പുരുഷർഷഭ. കൃഷ്ണൻ ചോദിച്ചു അത്രേ, പീതാംബരധാരി ചോദിച്ചു, അയുധ്യമാനഃ കാം ബുദ്ധിം ആസ്ഥായ അഹം വൃതസ്ത്വയ. ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനം ഉറപ്പിച്ച് പറഞ്ഞിട്ടും യുദ്ധം ചെയ്യാത്തൊരു കൃഷ്ണനെ സഹായത്തിന് വേണ്ടി വരിക്കാൻ രണ്ടെണ്ണത്തിലും മധ്യേ എന്താണ് കാരണമെന്ന്. അപ്പൊ അർജുനൻ പറയാണ്, ഭവാൻ സമർത്ഥഃ താൻ സർവാൻ നിഹന്തും നാത്ര സംശയഃ നിഹന്തും അഹമപ്യേകഃ സമർത്ഥഃ പുരുഷർഷഭ. അങ്ങ് മാത്രം വിചാരിച്ചാൽ ഈ സൈന്യത്തിന് മുഴുവൻ കൊന്നൊടുക്കാൻ സാധിക്കും. എനിക്കുമുണ്ട് അതേമാതിരി ഒരു സാമർഥ്യം. നേരിട്ടവരെ എല്ലാവരെയും കൊന്നൊടുക്കാൻ എനിക്കും സാധിക്കും. ഭവാംസ്തു കീർത്തിമാൻ ലോകേ തദ്യശസ്ത്വാം ഗമിഷ്യസി യശസാം ചാഹമപ്യർത്ഥി തസ്മാദസി മയാ വൃതഃ. നിങ്ങൾക്കിതൊക്കെ കേൾക്കാൻ ഇഷ്ടമാണോ കൂട്ടരെ? എന്തുകൊണ്ടാണെന്ന് ഞാൻ സംശയിക്കുക. ഭവാംസ്തു കീർത്തിമാൻ ലോകേ തദ്യശസ്ത്വാം ഗമിഷ്യതി. അങ്ങയ്ക്ക് ഈ ലോകത്തിൽ ധാരാളം കീർത്തിയുണ്ട്. ചെറുപ്പകാലം മുതൽക്ക് തന്നെ എന്തോ നേരം പോക്കില് ചെറുവരിൽ എന്തോ പൊക്കി പിടിച്ചു അത്ര ഒരു കുന്നിൻ്റെ ഭാഗം, അതിനല്ലോ എല്ലാവരും കൂടി ഗോവർദ്ധനധാരി എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കുക. അതുമാതിരിയുള്ള കീർത്തിയൊന്നും എനിക്കില്ല. പക്ഷെ എനിക്കും കീർത്തി വേണമെന്നുണ്ട് കൃഷ്ണ. അപ്പൊ എന്ത് കീർത്തിയാ എനിക്ക് ഉണ്ടാവുക? അങ്ങയോട് കടപിടിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങയ്ക്ക് സ്വയം കീർത്തിയുണ്ട്, പ്രതാപശാലിയ. യശസാം ചാഹമപ്യർത്ഥി തസ്മാദസി മയാ വൃതഃ. എനിക്കും നല്ല കീർത്തി, അസാധാരണമായ കീർത്തി വേണമെന്നുള്ള അഭിപ്രായമുണ്ട്. അതുകൊണ്ടാ ഞാൻ അങ്ങയെ സാരഥിയായി വരിച്ചത്. സാരഥ്യം തു ത്വയാ കാര്യം ഇതി മേ മാനസം സദാ ചിരരാത്രേപ്സിതം കാമം തദ്ഭവാൻ കർത്തുമർഹസി. അനവധി രാത്രികളായി ഞാൻ അഭിലഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സാരഥ്യം തു ത്വയാ കാര്യം, വല്ല വിധവും ഈ കൃഷ്ണനെ എനിക്ക് സാരഥിയായി കിട്ടണം.
അദ്ദേഹത്തിനെ സാരഥിയാക്കി വെച്ചുകൊണ്ട് ഒരു നല്ല യുദ്ധം ചെയ്ത് അതിൽ ജയിക്കണം എന്നൊരു കുട്ടികൾക്ക് തോന്നണമായൊരു അഭിലാഷം എനിക്കുണ്ട്. ആ അഭിലാഷത്തിനെ മുൻനിർത്തിയാണ് ഞാൻ അങ്ങയെ വിളിച്ചത്. കൃഷ്ണനെ സാരഥിയായി കിട്ടിയാൽ അദ്ദേഹത്തിനോട് എന്തും എനിക്ക് പറയാമല്ലോ. ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? നിങ്ങൾക്കൊക്കെ ഭാവനാബലമുണ്ടോ? നിങ്ങളൊരു കൃഷ്ണനെ പറ്റി കേട്ടിട്ടുണ്ട് ഭാഗവതത്തിലെ. എപ്പോൾ നോക്കിയാലും ഉയർത്തിപ്പിടിച്ച് അങ്ങോട്ട് സംസാരിക്കും. കൈകൂപ്പി മുമ്പിൽ നിന്ന് അതേ പറ്റുള്ളൂ. ആ കൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് പാണ്ഡവന്മാരോടുകൂടി സാധാരണ മനുഷ്യനെ പോലെ സഹൃദയനായി പെരുമാറി ആ പെരുമാറ്റത്തിലെ വിഭിന്ന വശങ്ങളാണ് വേദവ്യാസ മഹർഷി നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ കയ്യിലുള്ള ഭാഗവതം 1400 വർഷം മുൻപ് എഴുതിയതാണ് ദക്ഷിണേന്ത്യയിൽ. ഈ മഹാഭാരതമാകട്ടെ 5151 വർഷം മുമ്പ് എഴുതിയതാണ്. ആ മഹാഭാരതത്തിൽ മനുഷ്യകൃഷ്ണനെ മനുഷ്യഭാവങ്ങളോടുകൂടി പ്രതിപാദിക്കുകയാണ്. ആ കൃഷ്ണനോട് അർജുനൻ പറയാണ്, അങ്ങ് കീർത്തിമാനാണ്, എനിക്കും കീർത്തി വേണമെന്നുണ്ട്. ആ കീർത്തി എവിടം കൊണ്ടാ വരിക? അങ്ങയും ഞാനുമായി പൊരുതി കീർത്തി വരാൻ പോണില്ല. കൃഷ്ണനെ പിടിച്ച് സാരഥിയാക്കി വെച്ചു. കൃഷ്ണസാരഥ്യത്തോടു കൂടിയാണ് അർജുനൻ മഹാഭാരത യുദ്ധം ജയിച്ചത് എന്നിങ്ങനെ ലോകത്തിൽ എല്ലാവരും കീർത്തി പറയും. അതിനുവേണ്ടി ഞാൻ വരിച്ചതാണ്. ഭഗവാനോട് എന്തും പറയാൻ കൂട്ടരെ, നിങ്ങൾ പേടിക്കണ്ട. ഭഗവാനെ, എനിക്ക് അങ്ങയോട് മത്സരമുണ്ട്, പറഞ്ഞോളൂ. എനിക്കൊരു ഭഗവാനായാൽ കൊള്ളാം എന്നുണ്ട്, ഒരു വിരോധമില്ല. ഭഗവാനോട് പറയണം, അങ്ങയോട് മത്സരബുദ്ധിയുണ്ട് എനിക്ക്, ഞാൻ മാത്സര്യം നടത്ത. അതല്ലേ ഹിരണ്യകശിപു ചെയ്തത്. അത് കേട്ടിട്ട് കൃഷ്ണൻ പറയുകയാണത്രേ, ഉപമന്നമിതം പാർത്ഥ യത് സ്പർദ്ധസി മയാ സഹ സാരഥ്യം തേ കരിഷ്യാമി കാമഃ സമ്പദ്യതാം തവ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നോക്കൂ, ആ ഭഗവാന്റെ ആ അരുമയോടുകൂടി സംസാരിക്കുന്നുണ്ടല്ലോ. ഉപപന്നമിതം പാർത്ഥ, നീ ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞതും നിന്റെ മനസ്സിലുള്ള അഭിലാഷവും എന്നെ അറിയിച്ചത് വളരെ നന്നായി. എന്താ ഈ അഭിലാഷം? എന്നോട് നിനക്ക് തോന്നുന്ന സ്പർദ്ധ. കേൾക്കണുണ്ടോ നിങ്ങൾ? ഇത് മഹർഷി മാത്രമേ എഴുതുള്ളൂ കേട്ടോ. തപോധനന്മാര് മാത്രമേ ഇങ്ങനെ എഴുതുള്ളൂ. ബാക്കിയുള്ളവർ എഴുതില്ല. അവർക്ക് അതിനുള്ള അവകാശമില്ല, അധികാരമില്ല, ഹൃദയശുദ്ധിയില്ല. ഭഗവാനെ കൊണ്ടുവന്ന് എങ്ങനെ വേണമെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അധികാരം അത് തപസ്വികൾക്കും മഹർഷിമാർക്കും പരമസത്യം അറിഞ്ഞവർക്കും മാത്രമേ ഉള്ളൂ. കൃഷ്ണനെ കൊണ്ട് പറയിപ്പിക്കണു അർജുനോട്, നിനക്ക് എന്നോട് തോന്നുന്ന സ്പർദ്ധ ഞാൻ അഭിനന്ദിക്കുന്നു, സമ്മതിക്കുന്നു. മറ്റൊരാളോടല്ലല്ലോ സ്പർദ്ധ തോന്നിയത്, ഭഗവാനോടല്ലേ തോന്നിയത്. ഭഗവാന്റെ നേരെ എന്ത് ഭാവം വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രയോഗിക്കാം. സ്നേഹമാണെങ്കിൽ സ്നേഹം, വാത്സല്യമാണെങ്കിൽ വാത്സല്യം, കാമക്രോധാദി എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ഈശ്വരനോട് പ്രയോഗിക്കാം. ഗോപ്യഃ കാമാത് ഭയാത് കംസഃ ദ്വേഷാച്ചൈദ്യാദയോ നൃപാഃ സംബന്ധാത് വൃഷ്ണയ സ്നേഹാത് യൂയം ഭക്ത്യാ വയം വിഭോ. നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, ഗോപികൾക്ക് കാമമായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ഭാവങ്ങളാണ്. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അങ്ങയോട് ഭക്തിയാ. പലതരത്തിലുള്ള ഭാവങ്ങൾ ഉണ്ടാവും. ഏത് ഭാവവും ഭഗവാനോട് പ്രയോഗിച്ചാൽ അതിന് സാഫല്യമാണ് പരിണതഫലം. അതുകൊണ്ട് ഭഗവാനെ ഒരൊറ്റ ആൾ പേടിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സന്താനങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാണ്, ഒരാളും നിങ്ങൾ ഭഗവാനെ പേടിക്കരുത്. എന്ത് വേണമെങ്കിൽ തുറന്നു പറഞ്ഞോളൂ. അപ്പൊ നിനക്ക് എന്നോട് തോന്നുന്ന സ്പർദ്ധ ഞാൻ അംഗീകരിക്കുന്നു. സാരഥ്യം തേ കരിഷ്യാമി, നിനക്ക് സാരഥിയായി ഞാൻ ഇരുന്നോളാം. കാമഃ സമ്പദ്യതാം തവ, നിന്റെ അഭിലാഷം, നിന്റെ വാഞ്ച വേണ്ടതുപോലെ നിറവേറട്ടെ എന്ന്. ഇതാണ് കൃഷ്ണൻ പറഞ്ഞത്. ഇതാണ് ഭാരത സംസ്കാരം. നാം ഭഗവാനെ പേടിച്ചു വാഴുന്നവരല്ല, ഭഗവാനെ ആദരിച്ചു കഴിയുന്നവരാണ്. ഭഗവാനെ അറിയാൻ കൊതിക്കുന്നവരാണ്. ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് നമ്മൾ. നാം ക്ഷേത്രം കെട്ടിയുണ്ടാക്കിയത് നാം കെട്ടിയുണ്ടാക്കിയ ക്ഷേത്രമാണ്. അതിലെ പ്രതിഷ്ഠ നമ്മുടെ പ്രതിഷ്ഠയാണ്. ആ കല്ലിന് ചൈതന്യം കൊടുത്ത് അനുഗ്രഹശക്തി പകർന്നത് നാമാണ്. ശില്പിശാസ്ത്രം നാമാണ് ഉണ്ടാക്കിയത്.
ഇത്ര യവം വേണം ബിംബത്തിന് എന്ന് മനുഷ്യന്റെ മസ്തിഷ്കത്തിലും ഹൃദയത്തിലും തോന്നിയ അളവാണ്. മുഴക്കോല് നമ്മുടെ കോലാണ്, ഭഗവാന്റെ കോലല്ല. ഭഗവാൻ എന്നുള്ള ശബ്ദം നമ്മുടെയാണ്. ഈശ്വരൻ എന്നുള്ള വാക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് അങ്കുരിച്ചതാണ്. ആ ഭഗവാനോട് തോന്നേണ്ട ഭക്തി നമ്മുടെ നിർവചനത്തിന് വിധേയമാണ്. ഭഗവത് സാക്ഷാത്കാരം നാം കൈവരിക്കുന്ന നമ്മുടെ സ്വന്തമായ അനുഭവ നേട്ടമാണ്. അങ്ങനെ എന്ത് കാര്യത്തിനെ പറ്റി പറയുമ്പോഴും അവിടെ മനുഷ്യനും മനുഷ്യന്റെ മനസ്സും അതിലെ ഭാവനയും ബുദ്ധിയും അതിലുള്ള വിശേഷതയും അതിനുള്ള വിവേകവുമാണ് എവിടെയും കാണുന്നത്. നോക്കൂ, ആ കൃഷ്ണനും അർജുനനും തമ്മിൽ സംസാരിച്ചത്, കൃഷ്ണൻ ചെയ്തത്. കണ്ണടച്ച് അവിടെ കടന്നു. ദുര്യോധനൻ വരണു എന്ന് കേട്ടപ്പോ അബദ്ധമൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് വന്ന് തലപ്പത്ത് ഇരുത്തിച്ചു. പിന്നീട് അർജുനൻ വന്ന് കാക്കലിരുന്നപ്പോ കണ്ണു തുറന്ന് കണ്ടത് അർജുനെയാന്നും പറഞ്ഞ് മുൻകരുതലോടുകൂടിയാ പുറപ്പെടുന്നത്. എന്നിട്ടുണ്ടായ സംവാദമാണിത്. അമ്പും വില്ലും കയ്യിൽ പൊക്കിപ്പിടിച്ച് വില്ല് പൊക്കിപ്പിടിച്ചിട്ട് എന്താ പറഞ്ഞത്? സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. വരട്ടെ വരട്ടെ വരട്ടെ, നിൽക്കൂ നിൽക്കൂ കൃഷ്ണ, അങ്ങൊരു കാര്യം വേണം. സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത. ശംഖുവിളിയൊക്കെ കഴിഞ്ഞു, പ്രതിധ്വനിയും കഴിഞ്ഞു, ശസ്ത്രസമ്പാദം മാത്രമേ ബാക്കിയുള്ളൂ എന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിലൊരു സംശയമുണ്ട്, എനിക്ക് ചില ഉത്കണ്ഠയുണ്ട്. അത് പൂർണ്ണമായി പിന്തുടർന്നതിന് ശേഷം മാത്രമേ ഞാൻ യുദ്ധം ചെയ്യുള്ളൂ. അതുകൊണ്ട് ഒരു സംശയവും കൂടാതെ സാരഥേ, അങ്ങ് എൻ്റെ തേര് തെളിച്ചു കൊണ്ടുപോയി നിർത്തണം. എവിടെ? രണ്ട് സൈന്യങ്ങൾക്കും മധ്യത്തിൽ. എന്തിനു വേണ്ടി? യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. ഇരു കൂട്ടരും ഞാൻ മുമ്പേ എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യാൻ തിരക്കായിട്ട് ഉത്സാഹത്തിമിർപ്പോടുകൂടി നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്ത് യാവദേതാൻ നിരീക്ഷേഹം, ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്? എത്രത്തോളം യുദ്ധപരാക്രമം അവർക്കുണ്ട്? കൈർമയാ സഹയോദ്ധവ്യം. ഈ 11 അക്ഷൗണി സേനയിൽ പലരും ഉണ്ട്, നമ്മുടെ പക്ഷത്തിലും അവരുടെ പക്ഷത്തിലും. എല്ലാവരോടും കൂടി എനിക്ക് പടപൊരുതേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ടവരോടും ഗണ്യരായവരോടും മാത്രമേ പൊരുതണ്ടൂ. അപ്പൊ ആരോട് കൂടിയിട്ടാണ് ഞാൻ പടപൊരുതേണ്ടത്, എൻ്റെ അമ്പും വില്ലും പ്രയോഗിക്കേണ്ടത് എന്നറിയാൻ വേണ്ടി രണ്ട് സൈന്യത്തിൻ്റെയും മധ്യത്തിൽ തക്കതായ സ്ഥാനത്ത് കൊണ്ടുപോയി നിർത്തൂ. അസ്മിൻ രണസമുദ്യമേ യോസ്യമാനാനവേക്ഷേഹം യയേതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ. യോസ്യമാനാൻ അവേക്ഷേഹം. ദുര്യോധനൻ തികഞ്ഞ അക്രമിയാണ്, നിഷ്ഠുരനാണ്, മഹാപാപിയാണ്, ദുർബുദ്ധിയാണ്. ആ ദുർബുദ്ധിയാണെന്ന് അറിഞ്ഞിട്ടും ആ മനുഷ്യന് പ്രിയം ചെയ്യണം, ഇഷ്ടം ചെയ്യണം എന്ന് വിചാരിച്ച് ഈ പടക്കളത്തിൽ, കുരുക്ഷേത്രത്തിൽ, ധർമ്മഭൂമിയിൽ ആരാരെല്ലാം വന്നിട്ടുണ്ടോ അവരെ എല്ലാവരെയും ഞാനൊന്ന് നോക്കി കാണട്ടെ. അവർ വന്നിട്ടുള്ളത് ഒരു നല്ല കാര്യത്തിനല്ല. നമ്മളൊരു ഹിറ്റ്ലറെ പറ്റി കേട്ടിട്ടുണ്ട്. ആ ഹിറ്റ്ലറുടെ മനസ്സിൽ എല്ലാ ജൂതന്മാരെയും കൊല്ലണം എന്നുള്ളൊരു തോന്നൽ വന്നു. അതിനു വേണ്ട തർക്കവും തകരാറും പ്രസംഗവുമായി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് 10,000 കണക്കിന് ജർമ്മൻകാരാണ് കൂടെ ചേർന്നത്. ഒരൊറ്റ ഹിറ്റ്ലറെ തുണയ്ക്കാൻ എല്ലാവരെയും ഗ്യാസ് ചേംബറിലിട്ട് അങ്ങോട്ട് കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ അതിന് ചുക്കാൻ പിടിക്കാൻ എല്ലാവരും തയ്യാറായി വന്നു. ശരിയായോ ഇത്? ഒരു മനുഷ്യന്റെ ബുദ്ധി പിഴയ്ക്കാം. ആ പിഴച്ച ബുദ്ധിയെ തുണയ്ക്കാൻ വേണ്ടി ലക്ഷോപലക്ഷം ജനങ്ങൾ വന്നുകൂടുക എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ പറ്റാത്തതായ ഒരു വൈചിത്ര്യമാണ് സൃഷ്ടിയുടെ തന്നെ. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ്. ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്ത് ദുര്യോധന മനസ്സിനെ സന്തോഷിപ്പിക്കാം എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുള്ളവരാരാ, അവരെയൊക്കെ ഒന്ന് ഞാൻ നോക്കിക്കാണട്ടെ എന്ന്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ എന്താ?
താൻ ചെയ്യാൻ പോകുന്ന യുദ്ധം എന്താണ്, അതിൽ തൻ്റെ സ്ഥാനം എന്തെല്ലാമാണ് അതിൽ ഭവിഷ്യത്തുകൾ ഉണ്ടാവുക, ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് ഒരു പരിശോധന നടത്തുക. ഇത് വാസ്തവത്തിൽ ഓരോരുത്തരും അവരുടെ ജീവിതത്തെയും ജീവിത രംഗങ്ങളെയും ജീവിത ബന്ധങ്ങളെയും കുറിച്ച് നടത്തേണ്ട പരിശോധനയാണ്. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇത്ര കാലമായി ജീവിച്ചുവല്ലോ, പല കാര്യങ്ങളും ചെയ്തുവല്ലോ, വിവാഹം കഴിച്ചു, മക്കളുണ്ടായി, മക്കൾക്ക് മക്കളുണ്ടായി, ജീവിതം എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? സ്വാമിജി അതുമാത്രം ചെയ്തിട്ടില്ല. ജീവിതം എന്താണെന്ന് നമ്മൾ പരിശോധിച്ചിട്ടില്ല, വിലയിരുത്തിയിട്ടില്ല. അണുവിൻ്റെ പിന്നാലെ പോവാൻ നമുക്ക് താല്പര്യമാണ്. ആകാശത്തിൻ്റെ അളവ് കണ്ടെത്താൻ വേണ്ടി നാം ഉദ്യുക്തരാണ്. ജീവിതം എന്ന് പറയുന്നത് എന്താണ് ഈ ജീവിതം? അതിലെന്താണ് നമുക്ക് നേട്ടം? നമ്മുടെ ശരീരം ശാശ്വതമാണോ? ശരീരമോ ശരീരത്തെ നിയോഗിക്കുന്നതായ മനസ്സോ ഏതാണ് മേലെ? ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമെടുത്ത് ഒരു പരിശോധന നാം നടത്താറുണ്ടോ? ഇല്ല. അർജുനനും നടത്തിയില്ല. 13 കൊല്ലം അവസരമുണ്ടായിരുന്നു. ആ അവസരത്തിൽ ഒന്നും മഹാഭാരത യുദ്ധം വരുന്ന സമയത്ത് എൻ്റെ പക്ഷത്തിൽ ആരെല്ലാം ഉണ്ടാവും, എതിർപക്ഷത്തിൽ ആരൊക്കെയുണ്ട്, ഭീഷ്മരും ദ്രോണനും കൃപനും എല്ലാവരും തന്നെ ആ രാജധാനിയിലാണല്ലോ പഴയകാലം മുതൽക്ക് തന്നെ, ദുര്യോധനൻ ജനിക്കുന്നതിന് മുൻപ് മുതൽക്ക് തന്നെ ഉള്ളത്. അവരൊക്കെ ദുര്യോധനന്റെ പക്ഷത്തിൽ നിൽക്കില്ലേ? അപ്പൊ അവരോടുകൂടി പടപൊരുതാൻ എനിക്ക് സാധിക്കുമോ? എന്താണ് എനിക്ക് കുറവ് എന്നിങ്ങനെയുള്ള പരിശോധന ഇക്കണ്ട കാലം അത്രയും അർജുനന്റെ മനസ്സിൽ ഉദിച്ചില്ല. വൈകിയ ക്ഷണത്തിലാണ് വന്നത്. ആ സമയത്തെങ്കിലും അതിനെ ആദരിക്കാനും അതിനെ പിന്തുടരാനുമുള്ള മനഃസാന്നിധ്യം ഈ അർജുനൻ ഉണ്ടായി എന്നുള്ളതാണ് വിശേഷം. ആത്മപരിശോധനയ്ക്ക് സമയം അതിക്രമിച്ചു എന്ന് പറഞ്ഞുകൂടാ. അവസാനത്തെ ശ്വാസം പോകുന്നതിന് 1/2 മിനിറ്റ് മുമ്പായാലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആത്മപരിശോധനയോ ലോകപരിശോധനയോ ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷെ ആ പരിശോധന നടക്കണം മനുഷ്യന്റെ മനസ്സിൽ. ഒരു മനുഷ്യന്റെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതല്ല അവന്റെ വില നിശ്ചയിക്കുന്നത്, അവൻ എന്താണ് എന്നുള്ളതാ. നമ്മുടെ കയ്യിലുള്ള സ്വത്തുകളെല്ലാം നമ്മുടെ കയ്യിലുള്ളതാണ്. ഞാൻ ആരാണ്? എൻ്റെ മനസ്സിൻ്റെ ഗുണമൂല്യങ്ങൾ, എൻ്റെ ബുദ്ധിക്കുള്ള അറിവ്, എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം, ആ അനുഭവ പാഠങ്ങളിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള യോഗ്യത, ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എ മാൻ ഈസ് നോട്ട് ജഡ്ജ്ഡ് ബൈ വാട്ട് ഹി ഹാസ് ബട്ട് ബൈ വാട്ട് ഹി ഈസ്. ആ ഒരു പരിശോധനയ്ക്ക് ഇപ്പോഴെങ്കിലും തുടങ്ങിയല്ലോ. ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യയിതാൻ സമവേദാൻ കുരൂനിധി. ഇത് കേട്ട താമസം, സാരഥിയാണല്ലോ ഞാൻ, തിരിച്ചൊരു വാക്ക് പറയാൻ പറ്റില്ല, തെളിച്ചങ്ങട് കൊണ്ടുപോയി. ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത. ആരാണ് ഈ അർജുനൻ? ഗുഡാകേശന. അനവധി രാത്രങ്ങൾ ഉറങ്ങാതെ തപസ് ചെയ്യാൻ ശക്തിയുള്ള ഒരു മഹാപ്രതാപശാലിയ. ആ പ്രതാപശാലിയുടെ വാക്ക് കേട്ടതും ഠപ് 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 കുതിരയെ ഓടിച്ചങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ടോ ഉത്തമമായ രഥത്തെ 2 സൈന്യങ്ങൾക്കും മധ്യത്തിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. എവിടെയാ? പ്രത്യേകിച്ചും ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം. ഭീഷ്മൻ സൈന്യത്തലവൻ, തൊട്ടടുത്തുള്ളതാണ് ദ്രോണൻ ആചാര്യൻ, ബാക്കിയുള്ളവരുമുണ്ട്. അവരുടെ മുൻപിൽ കൊണ്ടുപോയി രഥത്തിനെ അങ്ങോട്ട് നിർത്തിയതിനു ശേഷം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേദാൻ കുരൂനിധി. പാർത്ഥ, പൃഥയുടെ പുത്ര, എന്നോട് തെളിച്ചു കൊണ്ടുപോയി നല്ല സ്ഥാനത്ത് നിർത്തണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ നിർത്തിയിരിക്കുന്നു എൻ്റെ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച്. ഇതാ ഭീഷ്മൻ നിന്റെ മുത്തശ്ശൻ, അപ്പുറത്തിതാ ദ്രോണൻ നിനക്കുള്ള അസ്ത്രശസ്ത്ര വിദ്യാ പാഠവം മുഴുവനും പകർന്നു തന്ന കൃപാലുവായിരിക്കുന്ന സർവാരാധ്യനായിരിക്കുന്ന ഗുരു. 2 പേരുമാണ് സൈന്യത്തലവന്മാർ. അവരെ നേരിടാതെ, അവരുടെ ശരീരത്തിൽ കൂർത്തുമൂർത്ത ശരം പ്രയോഗിക്കാതെ നിനക്ക് ഈ വ്യൂഹത്തിന്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. നല്ല പോലെ പരിശോധിച്ച് നോക്കിക്കോ, നീ അതല്ലേ ആവശ്യപ്പെട്ടത്. കേട്ടു നിങ്ങള്? ഭീഷ്മദ്രോണ പ്രമുഖതഃ. ഈ യുദ്ധം ചെയ്യാനുള്ള ശക്തി നിനക്കുണ്ടോ? സാമർഥ്യം നിനക്കുണ്ടോ? ഗാണ്ഡീവത്തിന്റെ മെടുക്കുകൊണ്ട് മാത്രം നിനക്ക് യുദ്ധം ചെയ്ത് നേടാൻ പറ്റുമോ?
അതോ ഭീഷ്മദ്രോണാദികൾ നേരിടുന്ന കാര്യത്തിൽ ഈ ബാഹ്യവും ഹസ്തബലവുമെല്ലാം അല്ലാതെ ആന്തരമായിരിക്കുന്ന എന്തെങ്കിലും വൈഭവമോ ആശയത്തെളിച്ചമോ ബൗദ്ധ നേട്ടമോ അധ്യാത്മ സമ്പന്നതയോ കൈവരിക്കാനുണ്ടോ? ഇത് വെറും കാണുന്ന അസ്ത്രശസ്ത്ര യുദ്ധമാണോ? അതോ ഇത് അതിൽ കവിഞ്ഞ് ആന്തരമായ ഒരു സംഘട്ടനമാണോ? അതെല്ലാറ്റിലും ജയിക്കാനുള്ള പ്രാപ്തി നിനക്കുണ്ടോ? നിന്റെ ഉൾ വ്യക്തിത്വം പൂർണ്ണമാണോ? കരുത്തുറ്റതാണോ? ഈ യുദ്ധം ചെയ്യാനുള്ള പ്രതാപവും പ്രഭാവവും പൂർണ്ണമായി നിനക്കുണ്ടോ? അതോ പോരാത്തത് എന്തെങ്കിലുമുണ്ടോ? കണ്ണാടിയിൽ നോക്കി മുഖം അതിൻ്റെ അഴക് നിശ്ചയിക്കുന്നത് മാതിരി ഭീഷ്മദ്രോണാദികൾ നയിക്കുന്ന സേനയെ നോക്കി നിന്റെ ഉൾക്കരുത്തിനെ നല്ല പോലെ പരിശോധിച്ചു നോക്കി നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറയുന്ന പോലെയാ അവിടെ കൊണ്ടുപോയി നിർത്തിയത്. ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേദാൻ കുരൂനിധി. ഇന്ന് നമുക്കിവിടെ നിർത്താം, നാളെ തുടങ്ങാം. അദ്വൈതബോധാബ്ജസഹസ്രരശ്മി ശാന്തേർലതായാഃ കില കൽപ്പവൃക്ഷഃ സംസാരസന്താപ വിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. ഞാൻ ഈ നടത്തുന്നത് ഒരു യജ്ഞമാണ്. അതിൻ്റെ പരിസമാപനം ഈ ശ്ലോകം പറഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഒരു ഓംകാരം ജപിച്ചിട്ട് വേണം എണീറ്റ് പോവാൻ. ഓ ഹരി ഓം തത്സത്. ജയ ഗുരു.